കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ഈ സൂചിപ്പിച്ച കാലയളവിലെ ASFന്റെ പ്രവർത്തകരായിരുന്നവർ ഒരുമിച്ച് കൂടി ഒരു സാംസ്കാരിക സംഘടനയുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ഇസ്ക്ര എന്ന പേരിൽ അത്തരമൊരു സംഘടന രൂപപ്പെടുകയും ചെയ്തു. AISFന്റെ പ്രവർത്തകരായിരുന്നത് കൊണ്ട് തന്നെ ഇസ്ക്രയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അധികരിച്ചുള്ള തുറന്ന ചർച്ചാവേദികൾ, അതോടൊപ്പം തന്നെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിക്കുന്ന സെമിനാറുകൾ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തെ സഹായിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒപ്പം കലാ സാംസ്കാരിക മേഖലയിലെ വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മനോഹരമായിട്ടുള്ള കലാസൃഷ്ടികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും കൂടി ചേർന്നിട്ടാണ് ഇസ്ക്ര എന്ന് പറയുന്ന ഈ സംഘടന രൂപം കൊണ്ടത്. 1978-90 കാലഘട്ടത്തിലെ ASF പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇതിന്റെ രൂപീകരണ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒന്നായിരുന്നു ഇന്നത്തെ ഈ പരിപാടി. അക്രമരഹിത കലാലയം, പഠനത്തോടൊപ്പം ആശയസമരവും പോരാട്ടവും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്നത്തെ ഈ ചർച്ച അല്ലെങ്കിൽ സെമിനാറിന്റെ വിഷയമായി വന്നിരിക്കുന്നത്. അക്രമരഹിത കലാലയവും പഠനത്തോടൊപ്പം ആശയസമരവും പോരാട്ടവും. നമുക്കറിയാം, അറിവിന്റെ തിരുവട്ടങ്ങൾ കൊളുത്താനായിട്ടുള്ള കലാലയങ്ങൾ പലപ്പോഴും കെട്ടടങ്ങാത്ത പകയുടെ വേദികളായി മാറുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ശത്രുവിനേക്കാൾ പേടി എനിക്ക് നിന്നെയാണ് മിത്രമേ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കലാലയങ്ങളിൽ സംജാതമാണ്. മാതാപിതാക്കളുടെയും മക്കൾ നല്ല നിലയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും 100 സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും കടക്കൽ കത്തിവെക്കുന്ന വേദികളായി കലാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ തലമുറകൾക്ക് മുൻപ് ഏതെങ്കിലും ഒരു കലാലയത്തിന്റെ മണ്ണിൽ ചിതറിത്തെറിച്ച രക്തസാക്ഷിയുടെ ചോര മുതൽ ഏറ്റവും ഒടുവിൽ മഹാരാജാസിന്റെ അഭിമന്യുവിന്റെ രക്തം വരെ ചിതറിയത് കലാലയങ്ങൾ കലാപവേദികളാകുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ധനുവച്ചമരം VTM NSS കോളേജിലും കലുഷിതമായ അന്തരീക്ഷമാണ് ഉള്ളത്. AISFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മുൻകാല AISF പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെ പോരാട്ടമായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്. ആ അതിജീവനത്തിന്റെ പോരാട്ടത്തിലേക്ക് കനൽ വഴികളിലൂടെ ആയിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ ഓഗസ്റ്റ് 12-ാം തീയതി കൂടിയ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ ഇട്ട പേര് തന്നെ അങ്ങനെയാണ്, കനൽ വഴികളിലെ പോരാട്ട സ്മരണകൾ. ഒരുപക്ഷെ അക്കാലത്തൊക്കെ ഇതൊരു തുറന്ന ചർച്ചാവേദി ആയതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറയും, ഒരുപക്ഷെ അക്കാലത്ത് AISFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഞങ്ങൾ നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ ആശയ സമരത്തിന് വേണ്ടി ഞങ്ങൾ വാശി പിടിച്ചത്, കലാലയ അന്തരീക്ഷം അക്രമരഹിതമായിരിക്കണം എന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ സ്വന്തം ചോരയുടെ മുഖത്ത് നോക്കി തന്നെയായിരുന്നു. മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അതൊക്കെ തേഞ്ഞുമാറി പോയിട്ടുണ്ടാകും.
കലാലയങ്ങൾ കലാപ കലുഷിതമാകുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാകാം, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാകാം, അതോടൊപ്പം പ്രാമാണിത്വം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയും കലാലയങ്ങൾ കലാപാന്തരീക്ഷത്തിലേക്ക് മാറുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചോളം ക്യാമ്പസ് പൊളിറ്റിക്സ്, കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വേദനയോടുകൂടി നാം മനസ്സിലാക്കണം. ക്യാമ്പസ് പൊളിറ്റിക്സ് വേണോ വേണ്ടയോ എന്ന ചർച്ച വരെ നടക്കുന്നു. കലാലയത്തിൽ രാഷ്ട്രീയം വേണം എന്ന ഉറച്ച അഭിപ്രായക്കാർ തന്നെയാണ് പഴയ AESFന്റെ പ്രവർത്തകർ, ഇന്നത്തെ ഇസ്ക്രയുടെ പ്രവർത്തകർ. എന്തുകൊണ്ട് കലാലയത്തിൽ രാഷ്ട്രീയം വേണം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ അറിയുവാനുള്ള ഒരു വേദിയായി അത് മാറ്റണം എന്നുള്ളത് കൊണ്ട്. രാഷ്ട്രീയത്തിനെ ഒരു പ്രൊഫഷണലിസമായി കാണാതെ ജനജീവിതത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം ആശയങ്ങളിൽ ആകൃഷ്ടരായി രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടി അതിന് പിന്നിലുണ്ട്. ഞങ്ങളൊക്കെ ഏകദേശം 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും, വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ അന്തരീക്ഷം അക്രമരഹിതമായിരിക്കണം എന്ന് വാദിക്കുന്നത് പഠനത്തോടൊപ്പം ആശയസമരവും പോരാട്ടവും ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരായി മാറിയതുകൊണ്ട്. ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, മറ്റുള്ളവരെ ആദരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കലാലയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മറ്റു സംഘടനകളെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ അംഗീകരിക്കുവാൻ മടിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പ്, സ്വന്തം പ്രാമാണിത്വം, അപ്രമാദിത്വമായിട്ടുള്ള മേൽക്കോയ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം വരുമ്പോഴാണ് കലാലയങ്ങൾ കലാപ അന്തരീക്ഷമുള്ളത് ആയി മാറുന്നത്. ഞാൻ ആമുഖമായി ഇത്രയും പറയുന്നുള്ളൂ. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായ ഗതികൾ ഉരുത്തിരിയുന്ന ഒരു ചർച്ചാവേദിയായിരിക്കും ഇത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇസ്ക്ര ഈ ഒരു പരിപാടി തീരുമാനിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ അധികരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യുന്ന ഒരു വേദിയായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മോഡറേറ്റർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുകയും ഈ ചർച്ചയെ നേർഗതിക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ ഇലങ്കത്തിനെയാണ് ഞങ്ങൾ ഈ തുറന്ന ചർച്ചാവേദിയുടെ മോഡറേറ്ററായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ വളരെ ആകസ്മികമായി പത്രപ്രവർത്തകരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പുനലൂർ പോയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ തിരിച്ചിട്ടുണ്ട്. ഈ പരിപാടി തീരുന്നതിന് മുൻപ് കൊല്ലത്ത് എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ എത്താം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൊല്ലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജയചന്ദ്രൻ ഇലങ്കത്തിന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇസ്ക്രയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ പിന്നീട് ആരെ ഇതിന്റെ മോഡറേറ്റർ ആക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, ഉറച്ച രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളവരാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി വന്ന ആ വ്യക്തികളിൽ ആരെങ്കിലും മോഡറേറ്റർ ആക്കിയാൽ ഒരുപക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സാമൂഹിക വീക്ഷണത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കാം.
രാഷ്ട്രീയ കാഴ്ചപ്പാടിനപ്പുറത്ത് കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഭാഗം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നൊന്നല്ല. അത്തരത്തിൽ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുവാനും വിഷയത്തിൽ ചർച്ച നടത്തുന്നവരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനെ ഞങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീ ടി കെ വിനോദൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. കലാലയങ്ങളിലെ കലാപ അന്തരീക്ഷങ്ങളെ സംബന്ധിച്ച് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ്. ഐതിഹാസികമായിട്ടുള്ള കേരളം കണ്ട മികച്ച സമരങ്ങളിലെ നായകത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സാമൂഹ്യ മേഖലയിലാണ് പ്രധാനമായും. നമ്മുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈ ചർച്ചാവേദിയുടെ മോഡറേറ്ററായി ചുമതല ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ച ശ്രീ ടി കെ വിനോദിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇസ്രയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ അഡ്വക്കേറ്റ് ജയശങ്കർ ആണ്. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒളിയമ്പുകൾ ചെയ്യുന്ന എതിർവാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയായി ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വ്യക്തിത്വമായിട്ട് കാണുന്നതാണ്. പലപ്പോഴും വളരെ പ്രശസ്തമായ സിനിമകളിലൊക്കെ നായകന്മാർ വെച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പറയേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത് ഞാൻ പറയേണ്ട വാക്കുകളാണ് എന്ന് ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അക്രമരഹിത കലാലയം പഠനത്തോടൊപ്പം ആശയസമരവും പോരാട്ടവും എന്ന ഈ വിഷയത്തെ സമീപിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും എന്ന വിശ്വാസത്തോടുകൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഇസ്കോയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എത്തിയിരിക്കുന്ന KSUവിന്റെ മുൻകാല നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. വളരെ നേരത്തെ തന്നെ ഷാനിമോൾ ഉസ്മാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നു. ഒരുപാട് നേരം ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഒരുപക്ഷെ പരിചയമുണ്ടാവില്ല. ലോ അക്കാദമിയിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന രണ്ടുപേരാണ് ഞാൻ 5 ഇയർ കോഴ്സിലും ഷാനിമോൾ 3 ഇയർ കോഴ്സിലുമായിരുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. KSUവിലൂടെ മഹിളാ കോൺഗ്രസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വ പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ വിഷയത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീമതി ഷാനിമോൾ ഉസ്മാന് ഇസ്കയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഡോക്ടർ PK ഗോപൻ ഈ വിഷയത്തിൽ ഏറ്റവും ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന, ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു നല്ല വാഗ്മിയാണ് ഡോക്ടർ PK ഗോപൻ. SFIയുടെ മുൻകാല നേതാവും ഇപ്പോൾ ലൈബ്രറി കൗൺസിലിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഡോക്ടർ PK ഗോപന് ഇസ്കയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് അഡ്വക്കേറ്റ് ആർ വിജയകുമാർ. AISF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ ഞങ്ങളുടെയൊക്കെ പ്രവർത്തന കാലയളവിൽ കൊല്ലം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് കണ്ട ഐതിഹാസികമായ സമരങ്ങളിലൊന്നിൽ ധീരമായ നേതൃത്വം വഹിക്കുകയും ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്ത വിദ്യാർത്ഥി നേതാവായിരുന്നു സഖാവ് വിജയകുമാർ. ഒരുപക്ഷെ ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ കാലഘട്ടം എനിക്ക് തോന്നുന്നു സഖാവ് ആർ വിജയകുമാർ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്, AISFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം AISF മുന്നോട്ട് വെച്ചു. പഠിക്കുക പോരാടുക എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തോടൊപ്പം അക്രമരഹിത കലാലയം, പഠനത്തോടൊപ്പം ആശയസമരവും പോരാട്ടവും എന്ന മുദ്രാവാക്യവും നമ്മൾ ഉയർത്തിയിരുന്നു. പഠിക്കുക പോരാടുക എന്ന് പറയുന്ന മുദ്രാവാക്യം ചിലരൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയെങ്കിലും ഈ മുദ്രാവാക്യത്തിൽ തൊടാൻ എന്തുകൊണ്ട് അവർ മടിച്ചു നിന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ആർ വിജയകുമാറിന് പഴയ വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. അഡ്വക്കേറ്റ് ആർ വിജയകുമാറിന് ഇസ്ക്രയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്കാണ് അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത്. കഴിഞ്ഞ സമയത്തിന് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന ഒരു പോരായ്മ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു രാഷ്ട്രീയ ചുമയുള്ള ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു പരിപാടിയാകുമ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടി പോലെ 3 പറഞ്ഞാൽ 4 ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിനും കുറച്ച് സമയം നീണ്ടുപോയി. ക്ഷമയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം ഈ തുറന്ന ചർച്ചാവേദിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഇസ്ക്രയുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുജനങ്ങളെ, സ്നേഹിതരെ, നോട്ടീസിലില്ലാത്ത ഒരു പരിപാടി എന്ന നിലയ്ക്ക് വിഷയാവതരണം വേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും നോട്ടീസിൽ ചെയ്യുന്നത് ഉദ്ഘാടനം ജയശങ്കർ. ഇവിടെ എനിക്ക് വിഷയാവതരണത്തിൽ പിന്നീട് സംസാരിക്കുന്ന ശ്രീ ഷാലിമൂർ, ഡോക്ടർ വിജയകുമാരനും ശരിക്കും പ്രതികരിക്കാൻ ഇടനൽകുന്ന തരത്തിൽ ഒരു വിഷയാവതരണം കൂടിയാവും ജയശങ്കറിന്റെ ഉദ്ഘാടന പ്രസംഗം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇഗ്നീഷ്യസ് പറഞ്ഞതുപോലെ ജയശങ്കറിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കുന്ന 3 പേരും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ അനുഭവം, അതിനുശേഷം അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ശ്രീ ഷാലിമോൾ പറഞ്ഞതുപോലെ വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. സഖാവ് ഗോപുരങ്ങനെ നമ്മുടെ ജില്ലയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളാണ്. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റാണ്. CPMന്റെ ജില്ലയിലെ പ്രധാന നേതാക്കളിലൊരാളാണ്. SFIയുടെയും DYFIയുടെയും ജില്ലയിലെ പ്രധാന നേതാവായിരുന്നു. സർ വിജയകുമാർ AISFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ നിലയ്ക്ക് ഈ 3 പേരും ജയശങ്കറിന്റെ പ്രസംഗത്തോട് പ്രതികരിച്ചതിന് ശേഷം ഞങ്ങൾ ഉദ്ഘാടനം ഒരു വിഷയാവതരണമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും പഴയ ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെ ഗിരീഷ് തുടങ്ങിയൊരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, എനിക്ക് തോന്നുന്നു സാമാന്യ ദീർഘമായ കാലം കേരളത്തിലും പുറത്തുമായി വളരെ ദീർഘകാലം സാധാരണ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ കാലം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അതിന്റെ പേരിൽ ത്യാഗത്തിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ പേരിൽ സാമാന്യത്തിലധികം പ്രശ്നങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കുറിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറിച്ച് അഭിപ്രായങ്ങൾക്ക് കൊടുക്കും, അത് പറയാം. അതിനുശേഷം എനിക്ക് പഴയകാല വിദ്യാർത്ഥി പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പലരുടെയുണ്ട്. അവരൊക്കെ ഈ സംവാദത്തിൽ പങ്കെടുക്കും എന്ന പ്രതീക്ഷയിൽ ഈ സംവാദം ഉദ്ഘാടനം ചെയ്യാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അപേക്ഷിക്കുന്നു. ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം.
എത്രയും പ്രിയപ്പെട്ട ശ്രീ വിനോദൻ, എൻ്റെ സുഹൃത്ത് ഷാനിമോൻ, ശ്രീ ഗോപൻ, വിജയകുമാർ, വേദിയിലും സദസ്സിനുമുള്ള എൻ്റെ സുഹൃത്ത്, ആദ്യമായി ഈ ചർച്ച സായാഹ്നം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിൽ അക്രമരഹിത കലാലയം എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇപ്പോൾ ഇതിന്റെ സംഘാടകരെ പ്രേരിപ്പിച്ച എന്നല്ല പ്രകോപിപ്പിച്ച കാരണം വളരെ വ്യക്തമാണ്. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ വളരെ ദാരുണമായ കൊലപാതകം. അത് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുത്ത ദിവസവും വളരെ അന്വർത്ഥമാണ്. കാരണം അക്രമരാഹിത്യത്തിന്റെ പ്രവാചകനായിരുന്ന സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അക്രമരാഹിത്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്ത അദ്ദേഹം ഒരു അക്രമിയുടെ തോക്കിനിരയായി എന്നതാണ് വലിയ വിരോധാഭാസം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു വലിയ ദുരന്തമാക്കി മാറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മഹാത്മജിക്ക് 125 വയസ്സ് വരെ ജീവിക്കണം എന്നാണ്. 1946 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ കാശി സർവകലാശാലയുടെ സ്ഥാപകനായ മദൻ മോഹൻ മാളവ്യ ഒരു ടെലഗ്രാം അടിക്കുന്നു. മഹാത്മജി 100 വയസ്സ് വരെ ജീവിക്കും. മഹാത്മജി അത് കണ്ട് കോപാകുലനാക്കി തിരിച്ചപ്പം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശി ചെലവാക്കി ടെലഗ്രാം അടിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അത് ഒരിക്കലും കാശി ചെലവാക്കുന്ന ആളായിരുന്നു. കാശിന്റെ കാര്യത്തിൽ വളരെ ദുഃഖമുള്ള ആളായിരുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പൊതു ആവശ്യത്തിന് വേണ്ടി കിടന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 125 വയസ്സ് വരെ ജീവിക്കാനാണ് ഉദ്ദേശിച്ചുള്ളത്. താങ്കൾ എന്തുകൊണ്ടാണ് എന്റെ ആയുസ്സിൽ നിന്ന് 25 കൊല്ലം എടുത്ത് മാറ്റിയത്? അതുണ്ടായ സംഭവമാണ് അദ്ദേഹത്തിന്റെ ആധികാരിക ജീവിതത്തിൽ രേഖപ്പെടുത്തി. പക്ഷെ 1947 ജന്മദിനമാകുമ്പോഴേക്കും ഒക്ടോബർ 2 ഗാന്ധിജി വളരെ ദുഃഖിതനും ഖിന്നനുമായി അദ്ദേഹത്തിന് മരിച്ചാൽ മതി. കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായ ഭയങ്കരമായ ചോരച്ചു വിഭജനത്തെ തുടർന്നുണ്ടായ വലിയ ലഹള അദ്ദേഹത്തെ അങ്ങേയറ്റം നിരാശനാക്കി. എനിക്ക് മരിച്ചാൽ മതി എന്ന്, ഇനി 100 വയസ്സിൽ ജീവിക്കണ്ട, 125 വയസ്സിൽ ജീവിക്കണ്ട, ഏറ്റവും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോയാൽ മതി എന്ന ചിന്താഗതിയിലേക്ക് പോകും. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പമാണ്. അക്രമരാഹിത്യത്തിൽ കൂടി നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിഭയങ്കരമായ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ചോരം ചൊരിച്ചിട്ടുണ്ടാകുകയും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് ചില തകരാറുകളുണ്ട് എന്ന് ഇതിനകത്ത് തന്നെ വ്യക്തമാണ്. ഞാനിവിടെ പറയാൻ വരുന്ന വിഷയം ഈ ഗാന്ധിയുമായിട്ട് എനിക്കും ചെറിയ ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ 1925 ഗാന്ധിജി വന്ന ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്ന് തിരുവിതാംകൂറിലെ സർക്കാർ കോളേജിലൊന്നും ഗാന്ധിയെ കയറ്റി ചെയ്തില്ല. അദ്ദേഹത്തെ ജയിലിൽ നിരക്ക് വന്നിട്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി വന്നത്. പോകുന്ന വഴിക്കാണ് പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം വരികയും കോളേജിന്റെ മുറ്റത്ത് അദ്ദേഹം ഒരു മാവ് നൽകുകയും ചെയ്തു. മാവ് കോളേജ് ഓഫീസിന് മുമ്പിൽ. അന്ന് അദ്ദേഹം ആ കോളേജിന്റെ സന്ദർശക പുസ്തകത്തിൽ എഴുതിയ സന്ദർശക പുസ്തകം ആരംഭിക്കുന്ന ഇദ്ദേഹത്തിന്റെ പേജ് പോയിട്ടാണ്. അതിൽ അദ്ദേഹം എഴുതിയ ഡിലൈറ്റഡ് ബൈ ദി ഐഡിയൽ സിറ്റുവേഷൻ. അത് സത്യം പറഞ്ഞാൽ ആ കോളേജിൽ ഇന്നേ ദിവസം വരെ അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ അടികലശം ഉണ്ടാകുകയും കാട്ടിക്കൂത്തുണ്ടാകുന്നു. ആശയ സംഘർഷം വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷെ ശാരീരികമായിട്ടുള്ള ഏറ്റുമുട്ടലില്ല. ഈ ജസ്റ്റിസ് KS രാധാകൃഷ്ണന്റെ വിധി വന്നത് 2001 അന്നാണ് ഈ കലാലയങ്ങളിലൊക്കെ രാഷ്ട്രീയം നിർവഹിച്ചത്. SNDP, NSS, ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും MBS എല്ലാവരും രാഷ്ട്രീയം നിർവഹിച്ചു. ഒരു റൗണ്ട് നിർവഹിച്ചു. ചെറിയ പിന്നെ നിലനിന്നുള്ളത് ആദ്യത്തെ റൗണ്ട് നിർവഹിച്ച ദിവസം നിർവഹിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ NSS നിർവഹിച്ചു, SNDP നിർവഹിച്ചു, SN നിർവഹിച്ചു എന്നൊക്കെ പത്രത്തിൽ വരുന്നു. യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രിൻസിപ്പൾ അന്ന് കറക്കണം പോകുന്നു, മറ്റേ മൊബൈലായിട്ടില്ല. ഒരു ദിവസം എന്നെ വിളിച്ചു നിയമപരമായ ചില കാര്യങ്ങൾ സംബന്ധിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സാറേ നമ്മൾ രാഷ്ട്രീയം നിരോധിച്ചു. അദ്ദേഹം ഇല്ല, നിരോധിച്ചില്ല. എന്തിനാ നിരോധിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എല്ലാവരും നിരോധിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റിലൊക്കെ നിരോധിക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു, എന്റെ ജയശങ്കർ 1921 ഈ കോളേജിൽ തുടങ്ങിയ കാലത്തോട് ഇവിടെ രാഷ്ട്രീയം, ഇപ്പോഴും രാഷ്ട്രീയം. ഇന്നേ ദിവസം വരെ രാഷ്ട്രീയം കൊണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം നിരോധിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് നിരോധിക്കുന്നു. പാർലമെന്റ് ഈ ക്ലാസ്സിൽ നിന്ന് മോണിറ്റർമാരെ തെരഞ്ഞെടുക്കുന്ന രീതിയല്ല, മറ്റേ രീതിയിൽ തന്നെയാണ് അവിടെ ഇപ്പോഴും തെരഞ്ഞെടുക്കുന്നത്. ഒരൊറ്റ കുട്ടി പോലും ഈ കോളേജിന്റെ വിദ്യയും SFI സിന്ദാബാദ്, KSU സിന്ദാബാദ് ഇല്ല. കാരണം കോളേജ് നമ്മുടെയാണ്. കോളേജ് വെച്ചാൽ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളെയാണ്, മാഷുമാരുടെ അല്ലെങ്കിൽ മാനേജറുടെ ഒന്നുമല്ല.
നമ്മുടെ കോളേജ് എന്നുള്ള ചിന്താഗതി കുട്ടികൾക്കുണ്ട്, SFIക്കാരുണ്ട്, KSUക്കാരുണ്ട്, എല്ലാ സംഘടനക്കാരുണ്ട്. എല്ലാവരും സമാധാനപരമായിട്ട് തോന്നി അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും. എന്തുമാത്രം ആളുകൾ അതിൽ വിശ്വസിക്കുന്നത് നമുക്കറിയില്ല. അന്നുമില്ല ഇന്നുമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് പോലെ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ അത് കോളേജിന്റെ ഒരു സംസ്കാരമാണ്. അതേസമയത്ത് മറ്റു പല കോളേജുകൾ കത്തിക്കുത്ത് നടക്കുന്നുണ്ട്. മഹാരാജ് കോളേജിൽ ആ സമയത്താണ് മൃഗോക്കെ കുത്തേക്കുന്നത്, അല്ലെങ്കിൽ ആയുർവേദ കോളേജിൽ ആ സമയത്താണ് രാജനെ കുത്തിക്കൊല്ലുന്നത്. ഏതാണ്ട് അതേ സമയത്താണ് പന്തളം കോളേജിൽ നമ്മുടെ G. സുധാകരന്റെ അനിയൻ ഭുവനേശ്വരനെ കുത്തിക്കൊല്ലുന്നത്, SN കോളേജിൽ ശ്രീകുമാറിനെ കുത്തിക്കൊല്ലുന്നത്, മറ്റേ കാതോലിക്കേറ്റ് കോളേജിലും ചെയർമാനായിരുന്ന പ്രസാദിനെ കുത്തിക്കൊല്ലുന്നത്. ഇങ്ങനെയൊക്കെ കത്തിക്കുത്ത് നടക്കുന്ന പല കോളേജുകളുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ലോ കോളേജിൽ ചേരുന്ന സമയത്ത് ആണ് അന്ന് പ്രസിദ്ധനായ പ്രൊഫസർ MK പ്രസാദാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ. മഹാരാജാസ് കോളേജിൽ കയറണമെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് കോളേജിന്റെ കിഴക്കേ ഗേറ്റിലും പടിഞ്ഞാറേ ഗേറ്റിലും പോലീസ് കാവലാണ്. കോളേജിന്റെ അകത്ത് കിടക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡ് വേണം. ഐഡന്റിറ്റി കാർഡ് കൊണ്ടാണ് മറന്നുപോയാൽ സുഭാഷ് പാർക്കിൽ പോയിരിക്കണം, കോളേജിൽ കയറാൻ പറ്റും. കോളേജിന് മുമ്പിൽ ദൈവാദിനം പാർക്കുണ്ടെങ്കിൽ അതായിരുന്നു അവസ്ഥ. അപ്പൊ തട്ടിക്കുത്ത് അടിപിടി ഒന്നും പുതിയ സംഭവം. കലാലയങ്ങളെ കലുഷിതമാക്കുന്നത് ഈ പല സാഹചര്യങ്ങളും നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. സഖാവ് സെയ്താലി മുതൽക്ക് അതിനു മുമ്പ് മുരളി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രക്തസാക്ഷികളുടെ വലിയ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ സമീപകാലത്ത് എന്റെ അനുഭവത്തിൽ വന്ന ചില ഞങ്ങളുടെ പ്രദേശം കൊളിനൂർ MBS കോളേജ്, കൊളിനൂർ MBS കോളേജിൽ ദിവസവും സമരം. അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സമരമായി, പല സംഘടനകളുണ്ട്, എല്ലാ സംഘടനകളും തമ്മിൽ കൂട്ടാക്കിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിൻസിപ്പളിന്റെ വീടാക്രമിച്ച് അദ്ദേഹത്തെ മുഖംമൂടി ആക്രമണം നടത്തി അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിൽ കൈയും കാലും കൈപിടിച്ച് വീട്ടിൽ പോയി. അതിനുശേഷം നടപടിയെടുത്തപ്പോൾ എല്ലാ സംഘടനക്കാരും കൂടി സമരം ചെയ്തു, കോളേജ് പൂട്ടി. എന്നല്ല കെമിസ്ട്രി ലാബ് അടിച്ചു തകർത്തു. അടിച്ചു തകർക്കാൻ ഏറ്റവും സുഖമുള്ള സാധനം കെമിസ്ട്രി ലാബുള്ളൂ. ഇപ്പത്തെ പ്യൂരിറ്റി ടെസ്റ്റ് ജാറ് ഇന്നില്ല. എന്നാൽ MBS കോളേജിൽ സമരം ചെയ്യുന്ന ഏതെങ്കിലും കുട്ടി, MBS കോളേജിന്റെ പ്രത്യേകത ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നവരാണ് മിക്കവാറൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ്, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ. അവരാരും ക്രൈസ്റ്റ് കോളേജിൽ പോയി സമരം. അതെന്താണ്? അവിടെ പോയി സമരക്കാൻ പറ്റില്ല. ക്രൈസ്റ്റ് കോളേജിൽ സമരക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെല്ലാൻ പറ്റില്ല. അവിടെ SFI സിന്ദാബാദ് പറയാനില്ല, KSU സിന്ദാബാദിന്റെ വാക്ക് പറഞ്ഞാൽ പിറ്റേ സാക്ഷ്യം വീട്ടിൽ പറഞ്ഞു. അത് നടത്തുന്നത് ഉത്തരവാദിത്തമുള്ള ആളുകളെ ചോദിക്കാനും പറയുന്ന ആളുടെ സ്ഥലത്ത് ഇങ്ങനെയുള്ള സമരം നടക്കില്ല. ഇതിന്റെ തൊട്ടപ്പുറത്ത് പൊന്നാനി MBS കോളേജിൽ 100 ദിവസമാണ് സമരം നടത്തുന്നത്. IV ശശിയുടെ അങ്ങാടി ഈ നാട് മുതലായ സിനിമകളൊക്കെ ഓടിയ പോലെ മഹത്തായ ജനത്തിരക്കേറിയ 100ാം ദിവസം. പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്ന കോളേജാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് സമരമുള്ളൂ. കാശുള്ള ആൾക്കാരുടെ മക്കൾ പഠിക്കുന്നത് സമരമില്ല. മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചു, ഇല്ലേ? കത്തിച്ചു. അതേസമയത്ത് തൊട്ടപ്പുറത്ത് സെന്റ് ആൽബർട്ട് കോളേജ് അവിടെ കത്തിക്കും. തൊട്ടിപ്പുറത്ത് സെന്റ് അലസാസ് ഉണ്ട്, അവിടെ പിന്നെ പിള്ളേർ മാത്രമൊക്കെ പോട്ടെ. ദേവര കോളേജ് ഉണ്ട്, അവിടെ കത്തിക്കും. കത്തിക്കില്ല. മഹാരാജാസ് കോളേജ് ഓട്ടോണമസ് ആക്കിയപ്പോൾ അവിടുത്തെ എല്ലാ സംഘടനക്കാരും കൂടി സമരം ചെയ്യും. SFI, KSU, AISF എല്ലാ സംഘടനകളും ഭീകരമായ സമരമായിരുന്നു. അധ്യാപകരാണ് ഈ വിദ്യാർത്ഥികളെ കുട്ടികളൊക്കെ സമരം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഓട്ടോണമസ് ഉണ്ടെന്നൊന്നും അറിയില്ല. അത് വന്നത് വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല. ദേവര കോളേജ് ഓട്ടോണമസ് ആക്കി, സെന്റ് ആൽബർട്ട് ഓട്ടോണമസ് ആക്കി. ഒരു സമരമില്ല. അവിടെ SFIക്കാർക്ക് പ്രതിഷേധമില്ല, KSUക്കാർക്ക് പ്രതിഷേധമില്ല, ആർക്കും പ്രതിഷേധമില്ല. എന്താ പ്രതിഷേധിക്കാത്ത? പ്രതിഷേധിച്ചാൽ വിവരം അറിയും. പിറ്റേ ദിവസം പ്രിൻസിപ്പൾ അച്ഛൻ TC കൊടുത്ത് വീട്ടിൽ പറഞ്ഞു. പ്രതിഷേധിക്കാൻ പറ്റില്ല. ഒരു പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കും ഹൈക്കോടതി. മുദ്രാവാക്യം വിളിക്കാൻ കൈ പോകില്ല, കൊച്ചേ പോകും. അപ്പൊ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥലത്ത്, പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത്, പട്ടിക സമുദായക്കാർ പഠിക്കുന്നിടത്ത്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്നിടത്താണ് രക്തദൂഷിതമായ സമരങ്ങൾ, വിപ്ലവം നടക്കും. മഹാരാജാസ് കോളേജ്, സെന്റ് ആൽബർട്ട് നടക്കും. ദേവര കോളേജിൽ നടക്കുന്ന പ്രശ്നമില്ല. അവിടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്. ഈ ദേവര SFI കോളേജിൽ എനിക്കറിയില്ല. BComന് ഒരു സീറ്റിന് 7 ലക്ഷം രൂപയുടെ അറ്റം മേടിക്കും. മാനേജ്മെന്റ് കോട്ടെ 7 ലക്ഷം രൂപ, 5 ലക്ഷത്തിൽ പലതരത്തിൽ രൂപയ്ക്ക് വില കുറഞ്ഞപ്പോൾ 7 ലക്ഷം. രൂപയുടെ വില കുറഞ്ഞനുസരിച്ച് കോഴയുടെ സംഖ്യ കൂടും. ഏതെങ്കിലും SFIക്കാരെ സമരം ചെയ്താൽ കേട്ടോ? KSUക്കാരെ സമരം ചെയ്തു? ആരും സമരം ചെയ്യില്ല. എന്താ സമരം ചെയ്യാത്ത?
ഇവർ വേറെ സംവിധാനമാണ്. ഓട്ടോണമസ് അവിടെ മുമ്പ് കൈപ്പില്ലുണ്ടായിരുന്നു. ഓട്ടോണമസ് ഇപ്പൊ സംഖ്യയുടെ വർദ്ധിച്ചു. അതാണ് ദേവര കോളേജ്. മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളിന്റെ കസേര പ്രിൻസിപ്പളിന്റെ കസേര നമുക്ക് മനസ്സിലായി. വളരെ പാവപ്പെട്ട വീട്ടിലൊരു പയ്യൻ, ചേർത്തലക്കാരൻ, ജീവിക്കാൻ നോക്കിയില്ല. അവന്റെ അച്ഛൻ കൂലിപ്പണിക്കാരൻ, അമ്മ കയർ തൊഴിലാളിയാണ്. ഇവര് പഠനമല്ലാതെ വേറെ യാതൊരു പരിപാടിയില്ല. അങ്ങനത്തെ കുട്ടികളാ കോളേജിൽ പോകും. വളരെ പാവപ്പെട്ട വീട്ടിൽ നന്നായിട്ട് പഠിക്കുന്നു. പക്ഷെ അവിടുത്തെ 2 അധ്യാപികമാർക്കും ചെറുതിന് ഇഷ്ടമായി. എന്തോ കാരണത്താൽ ഇവൻ ക്ലാസ്സിൽ സംശയിക്കുന്നു. പ്രത്യേകിച്ച് വ്യാകരണത്തിൽ മലയാളം പഠിക്കുന്ന കുട്ടി. ഇവൻ കേരള വാണിജ്യവും ഭാഷാഭൂഷണവും ഒക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. ടീച്ചർമാരോട് സംശയമില്ല. ടീച്ചർമാർക്ക് പഠിക്കാതെ പഠിക്കും. കാരണം സർക്കാർ കോളേജുകൾ പഠിപ്പിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടും. 30-ാം തീയതി ശമ്പളമാണ്. ഇവർക്ക് ഭാഷാഭൂഷണം അറിയില്ല, സാഹിത്യം അറിയില്ല, കേരള വാണിജ്യം അറിയില്ല, ഒരു ഗണാകൃതി അറിയില്ല. ചെക്കനാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ക്ലാസ്സിലില്ല. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തെറ്റിപ്പിക്കുമ്പോൾ ടീച്ചർ അങ്ങനെയല്ലോ രാജരാജവർമ്മ പറഞ്ഞിട്ട് ഇങ്ങനെയല്ലോ 12-ാം മസജം എന്നാണ് പറഞ്ഞത്. അപ്പൊ ടീച്ചർ ആരെ കൊടുക്കില്ല, ബാക്കി പിള്ളേർക്ക് ചെയ്യും. കാരണം ടീച്ചർമാർക്ക് തെറ്റാൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി മറ്റേ പിള്ളേർക്കുണ്ട്. ഇതേ തുടർന്ന് ഈ ടീച്ചർമാർ ഇവിടെ ഈ മാതിരി പരിപാടി തുടരുകയാണെങ്കിൽ ഓട്ടോണമസ് കോളേജ് പേപ്പർ നോക്കുന്നത് ഞങ്ങളാണ്, നീ ഒന്നും പാസ്സായി. ചെക്കനാകും പിടിക്കും. അവനോട് തന്നെ പ്രിൻസിപ്പളിന് കംപ്ലൈന്റ് കൊടുത്തു, മറ്റേ MG യൂണിവേഴ്സിറ്റിക്ക് കംപ്ലൈന്റ് കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഒരു റൗണ്ട് അന്വേഷണം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഈ ടീച്ചർമാർ പഠിപ്പിക്കുന്ന 2 പേപ്പർമാരുടെ ഇവന്റെ C ഗ്രേഡ് D ഗ്രേഡാണ്. ഇപ്പൊ ഗ്രേഡാണ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ മാർക്ക്. മറ്റെല്ലാ പേപ്പറുകൾക്ക് A-യും A+ഉമാണ്. പയ്യന് മനസ്സിലായി, സംഘത്തിലേക്ക് പ്രിൻസിപ്പളിന് മനസ്സിലായി, കാരണം തട്ടിപ്പോ. അപ്പൊ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഇപ്പൊ പഴയ പോലെ തന്നു. ആൻസർ പേപ്പർ അപ്പൊ തന്നെ മേടിക്കുക. ആൻസർ പേപ്പർ മേടിച്ചു നോക്കിയപ്പോ എന്താ സ്ഥിതി? ഇവൻ 3 അഡീഷണൽ ഷീറ്റ് എഴുതിയിട്ടുണ്ട്. 2 അഡീഷണൽ കാണുന്നു. ഒരു അഡീഷണൽ ഷീറ്റ് ഈ ടീച്ചർ മാറ്റി. ഇന്നലെ വെള്ള പേപ്പർ വെറും ബ്ലാങ്ക് ആൻസർ ബുക്ക് ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്തിരിക്കുക. ബുക്ക് മേടിക്കുമ്പോൾ 2-3 ആൻസർ ബുക്ക് മേടിച്ചായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്പർ പോകും. പിന്നെ കണ്ടുപിടിക്കുമ്പോൾ ഒരെണ്ണം കൂട്ടിച്ചേർത്താണ്. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി. ഈ ബ്ലാങ്ക് പേപ്പർ നീല കൊണ്ടോ കറുപ്പ് കൊണ്ടാണ് വെട്ടിയത്. ഇവന്റെ ചുവപ്പ് കൊണ്ടാണ് വെട്ടിയത്. മനസ്സിലായി? ഇത് കംപ്ലീറ്റ് തട്ടിപ്പാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ SFIക്കാരും KSUക്കാരും സമരം ചെയ്ത് ടീച്ചർമാരെ കോളേജിൽ ഓടിക്കുന്നതല്ല. SFIക്കാരെ സമരം ചെയ്ത് ടീച്ചർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? കാരണം ടീച്ചർ മാർക്സിസ്റ്റുകാരെ യൂണിയന്റെ പ്രധാനപ്പെട്ട നേതാവ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർഗ സമരം. ഒരു പാവപ്പെട്ട പയ്യനെ ഇതുപോലത്തെ അതിക്രമം ചെയ്ത് അവന്റെ CE-മാക്കുമ്പോൾ അവൻ റീവല്യൂഷൻ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടി. അവൻ A+ കിട്ടി. അവൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് പാസ്സായി, 1st റാങ്ക് പഠിച്ച് പാസ്സായി റീവാല്യൂഷൻ ചെയ്തപ്പോ. അപ്പൊ ഇതുപോലെയുള്ള കൊള്ളതായവർക്കെതിരെ സംസാരിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയില്ല. വിദ്യാർത്ഥി സംഘടന സമരം ചെയ്തത് എന്തിനാ? അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട്. ഇവിടെ ഒരു ദിശാബോധം നഷ്ടപ്പെടുന്ന സത്യം. പിന്നെ പഴയ പോലെയല്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇറങ്ങുമ്പോൾ തുല്യമാണ് കോളേജ്. ഇന്നത്തെ ഏതെങ്കിലും ഒരു ആർട്സ് കോളേജ് നോക്കി 95% പെൺകുട്ടികളും 5% ആൺകുട്ടികളും പഠിക്കും. 5% ആൺകുട്ടികൾക്കാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പെൺകുട്ടികൾ അപൂർവത്തിൽ അറ്റപൂർവമായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ വരുന്നു. അതൊരു ഘടകം. പിന്നെ മാനേജ്മെന്റുകൾക്ക് ശക്തി വർദ്ധിച്ചു. പഴയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പില്ല. പല ഘടകങ്ങളുണ്ട്. പിന്നെ ചില സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവിടെ അവസരമില്ല. പല കോളേജുകൾക്ക് UC കോളേജ് വ്യത്യാസം. ചില കോളേജുകൾ പോയി കഴിഞ്ഞാൽ ഒരു സംഘടനയ്ക്ക് പ്രാമുഖ്യം. കേരളവർമ്മ കോളേജിൽ പോയി SFI മാത്രമേ ഉള്ളൂ. കുന്നംകുളത്ത് വിവേകാനന്ദ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നാൽ അവിടെ ABVP മാത്രമേ ഉള്ളൂ. വേറെ ഏത് പാർട്ടിയാലും അപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഫാസിസ്റ്റ് ചിന്താഗതി വന്നു. അപ്പൊ MSF ആയിട്ട് കുട്ടികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. ക്യാമ്പസ് പ്രവർത്തനം ഉണ്ടാവും. MSF ചേർന്ന കുട്ടികളുണ്ടാവും. അവർക്ക് MSF എന്ന് പറഞ്ഞാൽ M എന്ന് പറയുന്നത് പിടികൊള്ളുന്ന സ്ഥലത്തുണ്ട്. അപ്പോ മറ്റേ കുത്ത് സംഘത്തിൽ വെച്ചു. അവർക്കാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ല. അവരുടെ രീതികൾ വേറെയാണ്. നമ്മുടെ രീതി അവരുടെ രീതിയും 2 രീതി. ഞാനതിനെ ന്യായീകരിക്കില്ല. അങ്ങേറ്റം ദാരുണമാണ് അഭിമന്യു എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ കൊലപാതക വ്യാപനമാണ്. അങ്ങനെയുള്ള സംഘടനകളൊക്കെ ക്യാമ്പസിൽ ഇടം പിടിക്കാൻ സാഹചര്യം ഉണ്ടായത് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ അശാസ്ത്രീയമായ രാഷ്ട്രീയ നിരോധനം. അതേ തുടർന്ന് മാനേജ്മെന്റുകൾ നടത്തിയ അവരുടേതായ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളും. ഇങ്ങനെയുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാവുന്ന സംഘടനകൾക്ക്
കിട്ടേണ്ടിരുന്ന സ്പേസിലേക്ക് ഈ വർഗീയ സംഘടനകൾ, വിധ്വംസക സംഘടനകൾ കടന്നു വരുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലാണ് ഞാൻ സംശയം. പക്ഷെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ജനാധിപത്യപരമായ ഒരു ക്യാമ്പസ് ഉണ്ടാകുന്ന ആവശ്യമുണ്ട്. 18 വയസ്സായ കുട്ടികൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ കൂട്ടിയും ഇല്ലേ? അവർക്ക് കോളേജിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നത് കോളേജിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും. കോളേജിൽ രാഷ്ട്രീയം വേണം, പക്ഷെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും പ്രായത്തിൽ കുട്ടികൾക്ക്, പക്ഷെ അത് അക്രമത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക്, തട്ടിക്കൂട്ടിലേക്ക്, കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു. അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതിന് പല കാരണങ്ങളും പുറമേ നിന്ന ആളുകളെ ഈ രാഷ്ട്രീയത്തിൽ നയിക്കും. കുട്ടികൾ സ്വന്തം നിലയ്ക്കല്ല, പുറമേ നിന്നുള്ള ഇടപെടൽ. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള അധ്യാപകർ നടത്തുന്ന അതിക്രമം, അധ്യാപകർ പഠിപ്പിക്കാൻ പറ്റാത്ത അധ്യാപകരുണ്ടാവും. അപ്പൊ പോലെ കുട്ടികളെ കൊണ്ട് സമരം ചെയ്യുന്നതിലേക്ക് തന്നെ ശമ്പളം 3 മേടിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ തലയിലെടുത്തനുസരിച്ച് നടക്കണം എന്ന് വരുമ്പോഴാണ് പൊന്നാനി MBS കോളേജൊക്കെ 100 ദിവസം സമരം, 101 ദിവസം സമരമൊക്കെ നടക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയത്തിൽ ഇവിടെ സജീവമായ ഒരു ചർച്ച ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടകനായോട് അധികം ഈ വിഷയത്തെ കുറിച്ച് പറയുന്നില്ല, അത് ശരിയാണ്. ഉദ്ഘാടകന്റെ ഉദ്ഘാടനം എന്ന് വിചാരിക്കാം, ഉദ്ഘാടകനായി പോയല്ലോ ഉള്ളത് പറയുന്നത് ശരിയല്ലോ. 3 പ്രധാനപ്പെട്ട സംഘടനകളെ, 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് നമ്മുടെ ആളുകളോട് അത് കഴിഞ്ഞ് പറയാനായിട്ട് നമ്മുടെ വിനോദം തയ്യാറായി. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറയുന്നത് ശരിയല്ല, ഉചിതമല്ല എന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് തന്നെ അധിക പ്രസംഗമാണെന്നുള്ള എനിക്ക് അറിയാറുണ്ടായിരുന്നു. എന്റെ വിളിക്കുമ്പോൾ തന്നെ അധിക പ്രസംഗത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. മാനം മര്യാദയ്ക്ക് പറയുന്ന ആൾക്കാരെ കുറിച്ചാണെങ്കിൽ എന്റെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല സജീവമായ ചർച്ച ഉണ്ടായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ടും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഒരു വാചകം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആയിരിക്കണം ഇതുപോലുള്ള സംവാദങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ സംഘടനകളുടെ വളരെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് ആവശ്യത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കൊള്ളരുതായ്മയ്ക്കെതിരെ പറയാൻ ആരുമില്ല ക്യാമ്പസുകളിൽ നിന്നാണ് ശരി. ജയശങ്കർ തീർച്ചയായിട്ടും അത് അങ്ങനെ കണ്ടസ്റ്റ് എടുക്കപ്പെടാതെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ വളരെ കുറച്ച് സംസാരത്തിൽ എനിക്ക് വീണ്ടും സമർപ്പിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. അടുത്തതായി സംസാരിക്കാൻ ശ്രീമതി ഷാനിമോൾ. ഇസ്ക്ര സംഘടനയുടെ ഈ ചർച്ചാ വേദിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മോഡറേറ്റർ TK വിനോദൻ, ഔപചാരികമായി ചർച്ചാവേദി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, ബഹുമാന്യനായ ലൈബ്രറി കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ PK ഗോപൻ, ബഹുമാന്യനായ അഡ്വക്കേറ്റ് R. വിജയകുമാർ, ശ്രീ MB ഭൂപേഷ് അടക്കം ഇസ്ക്ര സംഘടനയുടെ ഭാരവാഹികളെ, ശ്രീ ഇഗ്നേഷ്യസ് G. ജോസ് അടക്കം ഇസ്ക്ര സംഘടനയുടെ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരി എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഒരാളുണ്ട്, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ. ഞാൻ അഭിപ്രായമുള്ള ആളാണ് എനിക്ക്. എന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഈ സംഘടനയുടെ ഒരു രൂപീകരണവും അതിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശദീകരണമൊക്കെ കേട്ടപ്പോൾ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഇസ്ക്ര എന്നൊക്കെ കേട്ടപ്പോൾ ഒരു റഷ്യൻ ടച്ചുള്ള ഒരു പേര് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് തന്നെ 70കളിലും 80കളിലും 90 വരെ ഉള്ള AISF-ന്റെ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആലോചിക്കുമായിരുന്നു കുറേ നേരം 90 ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം 90 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അവർ ഇത് പ്രസന്റ് വർത്തമാന കാലത്തെ കുറിച്ച് ഒരിക്കലും പറയാതെ
ഭൂതകാലത്തിൽ ഊന്നിയുള്ള ഒരു സംഘടനയാണിതെന്നാണ് എനിക്ക് അതെ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഇടക്കാലം ഇത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ എന്നുള്ള നിലയിലുള്ള എന്റെ ആഗ്രഹം ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ ഏതായാലും ഈ സംഘടന വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ സംവദിക്കാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അക്രമരഹിത കലാലയം പഠനത്തോടൊപ്പം ആശയ സമരവും പോരാട്ടവും എന്നുള്ളതാണ്. അത് നമ്മുടെ ഉദ്ഘാടകൻ ഒന്ന് നന്നായി തന്നെ ക്യാമ്പസിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാചകങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടിയ നീളമുള്ള വാചകങ്ങളാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്താണ് ശ്രീ ജയശങ്കർ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച്. സ്വാഗത പ്രസംഗം പറഞ്ഞ അദ്ദേഹം ഒളിയമ്പുകളിലൂടെ രാഷ്ട്രീയക്കാരെ നോട്ടമിടുന്നല്ല, കോട്ടയ്ക്കകത്ത് കയറി വെടിവെക്കാൻ കഴിവുള്ള രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം അക്രമരഹിത കലാലയത്തെ കുറിച്ച് നമുക്കിപ്പോൾ പറയേണ്ടി വന്നത് തന്നെ നമ്മുടെ കലാലയങ്ങളിൽ അക്രമം ഉണ്ട് എന്നുള്ള ഒരു തുറന്ന് സമ്മതിക്കൽ കൂടിയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കലാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പരിചയങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോഴും ഞാനിവിടെ KSU മുൻ നേതാവെന്ന് കണ്ടപ്പോൾ ഒരു സെക്കൻഡെങ്കിലും എനിക്കൊരു സന്തോഷം തോന്നി. കാരണം വർഷങ്ങളൊക്കെ ഒരുപാട് പോയെങ്കിലും നമ്മുടെ ആ ചെറുപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു 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 കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കലാലയങ്ങളിൽ അക്രമരഹിതമായിട്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു എന്നത്തെയും ആഗ്രഹമാണ്. ഞാൻ എന്നിൽ നിന്ന് എനിക്ക് ഈ കാര്യത്തിൽ തുടങ്ങേണ്ടി വരുന്നു. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാകാൻ ഉദ്ദേശിച്ച് ഉറച്ച് കടന്നു വന്നിട്ടുള്ള ഒരാളല്ല. എൻ്റെ വാപ്പയും ഉമ്മയും രാഷ്ട്രീയക്കാരല്ല. വാപ്പ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്, ഉമ്മ ഒരു ഹൗസ് വൈഫാണ്. ഞങ്ങൾ 3 സഹോദരിമാരാണ്. ഞാൻ മൂത്തയാളാണ്. എൻ്റെ നേരെ ഇളയാള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണ്. അതിൻ്റെ ഇളയാള് എഞ്ചിനീയറുമാണ്. 3 സഹോദരിമാരാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ പാർലമെന്റ് മെമ്പറോ സ്വാതന്ത്ര്യ സമര സേനാനിയോ ഒന്നും എന്റെ കുടുംബത്തിലും ഇല്ല. അപ്പൊ എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലെ കലാലയങ്ങളിലെ മുദ്രാവാക്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ KSUവിന്റെ മുദ്രാവാക്യം. KSUവിന്റെ മുദ്രാവാക്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആകർഷണം തോന്നിയിട്ടുള്ളത് കലാലയ സമാധാനത്തിന് വേണ്ടി KSUവിൽ അണിചേരൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ മുദ്രാവാക്യം അതിലൂടെ ആണ് യഥാർത്ഥത്തിൽ ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തകയായിട്ട് വന്നത്. അല്ലാതെ എനിക്ക് വേറെ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരാനും. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു പൊതു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിലനിൽക്കാൻ എനിക്ക് കേരളത്തിലെ പൊതുസമൂഹം അവസരം തന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിലകൊള്ളുന്നത് തന്നെ. അപ്പം കലാലയത്തില് സമാധാനം എന്നുള്ളത് എല്ലാ കാലത്തും ആ കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ വരുന്നതിന് മുമ്പാണ് KSUവിന്റെ പാവാട KSU എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. KSUവിന്റെ പാവാട KSU എന്ന് വിളിച്ചതിന് പെൺകുട്ടികളാണ് അധികവും KSUവിലൂടെ പ്രവർത്തിച്ചത്. അപ്പൊ ഈ സമാധാനവും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ ആ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഓരോ വർഷവും കലാലയങ്ങളിൽ ഉണ്ടാകുന്ന കലാപങ്ങൾ എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും 70-ലെ 80-ലെ 90-കളിൽ അവസാനിച്ച ASFന്റെ നേതാക്കന്മാർക്കും ഇന്നും ആ കലാലയ രാഷ്ട്രീയത്തിന്റെ ഭയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണാധികാരികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങളെ കുറിച്ച് എന്നും ചർച്ച ചെയ്യും? അതിപ്പോൾ നഴ്സറി തലം മുതലായാലും ഗവേഷണ തലം വരെ ആയാലുമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ചർച്ചകൾക്ക് വലിയ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ കലാലയങ്ങളിലെ കലാപത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അക്രമത്തെ സംബന്ധിച്ച് ഏതെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരം സർവേകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഇതിന്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കിപ്പോ ഈ വേദിയിലില്ല. മറിച്ച് പക്ഷെ മറ്റൊരു വേദിയിൽ ഒരു പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാവണം, അത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് കലാലയങ്ങളെ ഇങ്ങനെ കുറ്റവിമുക്തമാക്കാൻ അല്ലെങ്കിൽ അക്രമമില്ലാത്ത ഒരു കലാലയം ആക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് സർക്കാരുകൾക്ക് ഒരു സർവേ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയതെന്ന്
അന്വേഷണം നടത്തുമ്പോൾ അതിനകത്തുള്ള മാനസികമായി കലാപത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ കലാപം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജനാധിപത്യ ബോധത്തെയൊക്കെ തന്നെ കുഴിച്ചു മൂടിക്കൊണ്ട് തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കലാലയങ്ങൾ നിലകൊള്ളുന്നത് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? സാംസ്കാരിക കേരളം, സുന്ദര കേരളം, പിന്നെ അതുപോലെ സാക്ഷര കേരളം, അങ്ങനെ മഹനീയമായ ഒട്ടേറെ പദങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കേരളം എന്ന് പോലും പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ കലാലയങ്ങളിൽ കലാപം ഉണ്ടാകുന്നു, അത് അക്രമങ്ങളാകുന്നു, അത് കൊലപാതകങ്ങളിലേക്ക് നീങ്ങുന്നു. ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അല്പം പിന്നോട്ടൊന്ന് ചുവട് വെച്ചപ്പോഴാണ് സെക്ടേറിയൻ ചിന്താഗതികൾ നമ്മുടെ കലാലയങ്ങളിൽ കടന്നു വരാൻ തുടങ്ങിയത്. വർഗീയ കലാലയങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത് ഇന്ന് പല കോളേജുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വർഗീയ ശക്തികളുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ, അഭിമന്യുവിന്റെ കൊലപാതകം നമ്മളൊക്കെ അങ്ങേയറ്റം അതിനെ അപലപിക്കുന്നതാണ്. ഒരിക്കലും ഇനി അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന എവിടെയാണ്? മടപ്പള്ളി കോളേജിലാണ്. വടകര മടപ്പള്ളി കോളേജ്. വടകര മടപ്പള്ളി കോളേജിലെ യഥാർത്ഥ പ്രശ്നം എന്താ? അതല്ലെങ്കിൽ കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ യഥാർത്ഥ പ്രശ്നം എന്താ? പൊന്നാനി MES കോളേജിലെ യഥാർത്ഥ പ്രശ്നം എന്താ? നമ്മൾ ഓരോ വിഷയങ്ങളുടെയും പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് എടുത്ത് അടിവരയിട്ട് പറയേണ്ടതായിട്ട് വരുന്നത്, എല്ലാവരെയും അംഗീകരിക്കാൻ, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ കലാലയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും അവരുടെ മാതൃ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, പിതൃ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ഇല്ലേ? അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടികളുടെ എനിക്കിപ്പോ കേസിനെ തന്നെ പറയാം, മറ്റേതെങ്കിലും ഒരു സംഘടനയെ പറഞ്ഞ് ഇവിടെ ഒരു കലപില അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് KSU ഒരു കോളേജിനകത്ത് കലാപം ഉണ്ടാക്കിയ, പേര പിടിക്കേണ്ട കൈകൾ കൊണ്ട് കത്തി പിടിക്കുന്നു എന്ന് കണ്ടാൽ കോൺഗ്രസിന് ആ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ കഴിയണം. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് KSU എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുപോലെയുള്ള ഉത്തരവാദിത്വം CPI-ക്കുമുണ്ട്, CPM-നുമുണ്ട്, BJP-ക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം എടുക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വലിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ കലാപത്തിലൂടെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊരു സംശയം വേണ്ട. എത്ര കുറ്റകൃത്യങ്ങളാണ് നടത്തുന്നത്? ഇപ്പൊ ഇന്ന് നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഗാന്ധിജിയുടെ 150ാമത്തെ ജന്മ വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ നമുക്ക് പറയാം. നമ്മൾ ജനാധിപത്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ, സഹിഷ്ണുതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ, അതല്ലെങ്കിൽ സഹാനുഭൂതിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്, അല്ലെ? ഈ ആഘോഷത്തില് ഈ ജനാധിപത്യവും അതുപോലെ ജനാധിപത്യമില്ലായ്മയും ഏകാധിപത്യവും അസഹിഷ്ണുതയും സഹാനുഭൂതി ഇല്ലായ്മയും ഒക്കെ ഇന്നും നമ്മുടെ ക്യാമ്പസിൽ നിലനിൽക്കുന്ന അങ്ങേയറ്റം അപകടകരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ 18 വയസ്സുകാർക്ക് വോട്ടവകാശം നൽകിയത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയാണ്. അപ്പോ വോട്ട് ചെയ്യുന്നതിന് അവകാശമുള്ള ആളുകൾക്ക് രാഷ്ട്രീയം വിശകലനം ചെയ്യുവാൻ, ഭരണത്തെ വിശകലനം ചെയ്യുവാനുള്ള അവസരം ലഭിക്കണം. അത് തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. 2017 തോന്നുന്നു കോടതി ചോദിച്ചല്ലോ, കലാലയ രാഷ്ട്രീയം വേണമോ വേണ്ടയോ? എന്തുകൊണ്ടാണ് കോടതിയെ കൊണ്ടെങ്ങനെ ചോദിപ്പിച്ചതാരാ? അപ്പൊ അക്രമ സംഘടനകളെ ചൂണ്ടിക്കാണിക്കുവാൻ എല്ലാവരും തയ്യാറാണ്. അല്ലെങ്കിൽ അക്രമ സംഘടന നിരന്തരമായി ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന സംഘടനകളേറും അവരൊരു സ്വയം പുനർചിന്തനത്തിന് തയ്യാറായിട്ടുണ്ടോ? സ്വയം വിമർശനത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം
കാര്യം ആശയ സമരവും പോരാട്ടവും വേണമെന്നുള്ളതാണ് അല്ലെ. പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തണം. എനിക്ക് സത്യത്തിൽ തൊണ്ടയ്ക്കൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോ ഈ ആശയ സമരം പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ക്യാമ്പസുകൾ തയ്യാറെടുക്കണം. അതിനാരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്? പ്രധാനപ്പെട്ട വിഷയം കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നമുക്ക് പറയാം. തമ്മിലടിക്കാത്ത ഏതൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അധികാരമുണ്ട്, നമുക്കിതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വിദ്യാർത്ഥികളെ ഡിവൈഡ് ചെയ്ത് വിദ്യാർത്ഥികളെ പല പല കമ്പാർട്ട്മെന്റുകളിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അധ്യാപക അനധ്യാപക സംഘടനകളും അവരുടെ പിന്തുണയും നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. എല്ലാ ക്യാമ്പസിലുമുണ്ട്. രാഷ്ട്രീയം, അത് കലാപ രാഷ്ട്രീയത്തിനാവട്ടെ, പുറത്ത് നടക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അപ്പുറമായ രാഷ്ട്രീയം കുത്തിവെക്കുന്നത് ആ കോളേജിലെ തന്നെ അധ്യാപകരാണ്, ആ കോളേജിലെ തന്നെ അനധ്യാപകരാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ എന്നും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ സംഘടനകൾ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും അനിവാര്യരാണ് എന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ഒന്ന് ജയശങ്കറിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. എന്താന്ന് വെച്ചാല് വനിതകളുടെ ഒരു രാഷ്ട്രീയം പറയുമ്പോഴും എപ്പോഴും ഏത് വിഷയം വന്നാലും പൊതുവായ പ്രശ്നങ്ങൾക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ അങ്ങേയറ്റം ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയം ഒരു വഴിക്കുണ്ട്. ഇതിനെല്ലാം നമുക്കൊന്ന് വേർതിരിച്ച് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നുള്ള എന്റെ അഭിപ്രായം. വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ട്. ഇന്റേണൽ അസസ്മെന്റിന്റെ പ്രശ്നം, എല്ലാ വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന പ്രശ്നം. എന്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് അതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ റാങ്കിങ് പോലെയുള്ള പ്രശ്നം, അല്ലെങ്കിൽ വർഗീയത പോലെയുള്ള പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. വനിതാ സംഘടനകളെ ഡിവൈഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അതിന്റെ നയിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് 100% സംവരണം കിട്ടിയാൽ കൊള്ളാന്നുള്ള അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഏതിലാണ്? ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ചുനാൾ സ്ത്രീകൾ ഇവിടെ ഭരിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം അങ്ങനെയൊക്കെ വന്നാലേ നമ്മളൊക്കെ അനിവാര്യരായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് ആനുകാലികമായിട്ടുള്ള കോൺഗ്രസിന്റെ അടക്കം രാഷ്ട്രീയം. സംശയമൊന്നും വേണ്ട. അപ്പോ അവിടെയും പൊതുവായ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല, ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവിടെയും കടിഞ്ഞാനിട്ട് പിടിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. KSUവിനെ കയറൂരി വിടണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കയറൂരി വിടണം എന്ന് പറഞ്ഞാല് അവര് സ്വതന്ത്രമായി ചിന്തിക്കട്ടെ, സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ, സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ പഠിക്കട്ടെ. ക്യാമ്പുകളിലേക്ക് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോവും. ഭയങ്കര പ്രസംഗമാണ്, സ്വതന്ത്രമായ ചിന്താഗതി. പക്ഷെ ഈ പിള്ളേർക്ക് ഒന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണ്. അവർക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നില്ല. അവരെടുക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇടപെടുകയാണ്. അത് തന്നെയാണ് SFIയുടെയും ASFയുടെയും ഒക്കെ അവസ്ഥ. കുറെ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കയറൂരി വിടാൻ, വിദ്യാർത്ഥികളെ സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ നിലപാടെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് അവരുടെ മാതൃകാ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിദ്യാർത്ഥികൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടിയിരിക്കുന്നു അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികളുടെ ഒരു ക്രിയാത്മകമായിട്ട് അവർക്ക് ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായുള്ളൂ, അവർ അഭിപ്രായം പറയുള്ളൂ. പക്ഷെ KSUവിനെ പോലും അങ്ങനെ ഈ പറയുന്നത് എല്ലാ വർഷവും ക്യാമ്പുകളിലൊക്കെ പ്രസംഗിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ് ഇന്ന് വരെ ഊരി വിട്ടത് പോയിട്ട് ഒന്ന് അഴിച്ചുവിടാനുള്ള ശ്രമം പോലും നടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാനൊരു തുടർന്ന സമിതിക്ക് ഇവിടെ നടത്തുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളെ സ്വതന്ത്രമായി ഇടപെടാൻ അനുവദിക്കണം. വിദ്യാർത്ഥി കലാലയങ്ങളിൽ പുറത്തു നിന്നുള്ള രാഷ്ട്രീയം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണ്. വ്യക്തമായിട്ടുള്ള ഒരു സർവേ നടത്തിക്കൊണ്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് കേരളത്തിൽ നിങ്ങളിപ്പോ 70-ന് ശേഷം 90-ന് ഇടയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ 70 മുതൽ ഈ 2018 വരെയുള്ള കലാലയങ്ങളിൽ കേരളത്തിലെ ക്യാമ്പസുകളില് അക്രമം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഏതൊക്കെ സംഘടനകളാണ് പ്രതിസ്ഥാനത്ത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അപ്പൊ അങ്ങനെ ഒരു ശ്രമം നടത്തി ഇപ്പൊ ആരെങ്കിലും ഞാൻ പറഞ്ഞത് എന്തായി പോകും, കോൺഗ്രസ്സുകാർ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞാല് അങ്ങനെ രാഷ്ട്രീയമായി അതല്ല, ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന്റെ ഫലമായി ഇത് കൊണ്ടുവന്ന് നമുക്ക് തന്നെ ഈ പറഞ്ഞ ആളുകളെ നമുക്ക് കെട്ടിയിടുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു സർവേ നടന്നത് ഇസ്ക്ര തന്നെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് നമുക്ക് നോക്കിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ കലാലയങ്ങളുടെ ശുദ്ധീകരണം നടക്കും.
അതൊന്ന് പുറത്ത് പറയാൻ കഴിയണം. നിഷ്പക്ഷമായി നോക്കിയപ്പോ ആ കോളേജിലെ പ്രശ്നം ഉണ്ടാക്കിയത് പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുക, അധ്യാപകരെ ചെളിവാരി എറിയുക, ഇതൊക്കെ ഇന്ന് കലാലയങ്ങളിൽ നടക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്. ആ കാഞ്ഞങ്ങാട് കോളേജിലെ ഒരു ടീച്ചർ പ്രിൻസിപ്പളിനെ കാണാൻ ഞാൻ പോയത് അവിടെ, അവർ പ്രയാസപ്പെടുകയാണ് അവിടെ. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ പുറമേയുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടി അവരെ ഒന്ന് മോശപ്പെടുത്തുകയാണ്. സ്ത്രീകളിറങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ രണ്ടാമത് അവർ മോറലി വീക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തുകളും പിന്നെ പേര് വയ്ക്കാത്ത നോട്ടീസും ഒക്കെ അടിച്ചിറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും നമ്മുടെ കലാലയങ്ങളിലും ടീച്ചർമാരുടെ ഇടയിലൊക്കെ നടക്കുകയാണ്. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടത്. നമ്മൾ വളർന്നു എന്ന് പറയുന്നതിനപ്പുറമായിക്കൊണ്ട് സാംസ്കാരികമായി നമ്മൾ വളർന്നു എന്ന് പറയണമെങ്കിൽ കലാലയങ്ങളെ ഇത്തരം കലുഷിതമായ രാഷ്ട്രീയത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്നൊക്കെ വിമുക്തമാക്കി എടുക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രോഹിത് വെമുലയുടെ മരണത്തെ കുറിച്ച് നമുക്കറിയാം. ഹൈദരാബാദിലെ സെൻട്രൽ സർവകലാശാലയിലാണ്. കുറെ ദിവസം ഇങ്ങനെ ഈ ടിവിയിലൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ കണ്ട് ആ സമരവുമായി ബന്ധപ്പെട്ട് രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഒരു ദിവസം രാവിലെ ഹൈദരാബാദിലെ സർവകലാശാലയിലെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിക്കൊണ്ട് വിദ്യാർത്ഥികളെ രാവ് പകലാക്കിക്കൊണ്ട് ഹൈദരാബാദിലെ സെൻട്രൽ സർവകലാശാലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അവിടെ കുട്ടികൾ ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് കഴിയും. ഒരുമിച്ച് നിന്ന് ശക്തമായി അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉറച്ചു പറയാൻ അവർക്ക് കഴിയും. രാഷ്ട്രീയമല്ല അവിടെ ഒരു മിടുക്കനായ സമർത്ഥനായ അംബേദ്കറേറ്റ് ആശയങ്ങള് കുട്ടികളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന, തുല്യനീതിക്ക് വേണ്ടി നിലനിന്നിരുന്ന, ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞു. നമ്മുടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇതാണ്. ഇന്ന് നമ്മുടെ നാട് വലിയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമുക്കറിയാം, JNUവിലെ ഒരു വിദ്യാർത്ഥിയെ കാണാതെ പോയിട്ട് 2 വർഷമായി, ഇതുവരെ കണ്ടിട്ടില്ല. അഹമ്മദ് എന്ന് പറയുന്ന അല്ലെ, നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി, MA 1ാം വർഷം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഹോസ്റ്റലിൽ ചെന്ന് പുസ്തകം തുറന്നു വെച്ച് ഇരിക്കുമ്പോഴാണ് അക്രമികൾ തൊട്ട് മുമ്പ് അമ്മയ്ക്ക് ഫോൺ ചെയ്യാം. ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നു. അമ്മ വരുന്നു, പക്ഷെ വരുമ്പോൾ തമ്മിൽ കാണുന്നില്ല. CBI അന്വേഷണം നടത്തി, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ഒക്കെ ഇടപെട്ടു, ഭരണാധികാരികൾ എല്ലാം ഇടപെട്ടു, എല്ലാ സംഘടനകളും അഭിപ്രായം പറഞ്ഞു, എല്ലാവരും സമരം നടത്തി. പക്ഷേ നമ്മുടെ നാട്ടിലൊരു കുട്ടിയെ കാണാതെ പോയിട്ട് അതിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ഒന്ന് ചുരുങ്ങി ഒന്ന് നോക്കിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് പള്ളിക്കൂടത്തിൽ കൊണ്ട് വിട്ടിട്ട് ഒരു ദിവസം ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കലാലയങ്ങളൊക്കെ വലിഞ്ഞു മുടക്കുന്ന, പിടിച്ചു മുടക്കുന്ന വല്ലാത്ത ശക്തികൾ കടന്നു വരുന്നത് വളരെ അപകടകരമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളും രാജ്യത്തിന്റെ കീഴ്വഴക്കങ്ങളും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ മുഖ്യധാര പ്രസ്ഥാനങ്ങൾ അക്രമരഹിതമായിട്ടുള്ള പാത സ്വീകരിക്കണം. വിദ്യാർത്ഥി സമൂഹത്തെ ആ നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച ഇസ്ക്രയ്ക്ക് 1000 അഭിവാദ്യം. മാതൃ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഒഴുക്കുള്ള ഉത്തരവാദി എന്നത് തീർച്ചയായിട്ടും ചർച്ചയ്ക്കുള്ള വിഷയമാണ്. അത് നിയന്ത്രിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ കൊണ്ട് ചുരുളുമായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതേപോലെ പൊതു പ്രശ്നങ്ങളിൽ എന്തുകൊണ്ടും പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുപോലെ വിദ്യാർത്ഥി അക്രമം, കഴിഞ്ഞ കാലത്തുണ്ടാകുന്ന അക്രമങ്ങളെക്കുറിച്ച് പഠനം സർവ്വേ ആവശ്യമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അടുത്തതായി സംസാരിക്കേണ്ടത് EK ഗോപി. ബഹുമാനായ ശ്രീ ജയശങ്കർ, ശ്രീ ഷാനിമോൾ ഉസ്മാൻ, ശ്രീ TK വിനോദൻ, ശ്രീ വിജയകുമാർ, ഇസ്ക്രയുടെ അഭിവന്ദനായ പ്രവർത്തകർ, ആദ്യമായി ഈ ചുരുങ്ങിയ വൃത്തത്തിനുള്ളിലാണെങ്കിലും വളരെ
കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചത് സ്വാഗതാർഹമായി കഴിയണം. ശ്രീ ജയശങ്കറിലൂടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാത്മജിയുടെ ജന്മദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതും ഉചിതമായ കാര്യമാണ്. നമ്മളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചും കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം പരിശോധിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ കലാലയത്തിൽ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പക്വത വരികയും ഈ വിദ്യാർത്ഥികളുടെ രീതികളെ കുറിച്ചൊക്കെ വിമർശനം വരികയും ചെയ്യും. പക്ഷെ നമ്മൾ അതിനകത്തുണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ പക്വത ഉണ്ടാവില്ല. നമ്മളെ മാത്രമല്ല, ലോകത്തെ എല്ലാ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ വേണ്ടി ചെല്ലുമല്ലോ കലാലയത്തിലല്ല, നമ്മളൊക്കെ ഈ രംഗത്ത് നിൽക്കുന്നവരുണ്ടായിരുന്നു. ഒരുപക്ഷെ ജയശങ്കർ മാത്രമാണ് ആ ഒരു ഉത്തരവാദിത്വം ഇപ്പൊ എടുക്കേണ്ടതില്ല. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ നിയന്ത്രിക്കാനൊക്കെ പോകാൻ ബാധ്യതപ്പെട്ടവരാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവരുടെ ഈ പ്രകോപനപരമായിട്ടുള്ള ചേരുവ കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിനവർ വശംവതരാകുന്നില്ല എന്ന് കണ്ട് നമുക്ക് ദേഷ്യം വരും. ഈ ഘട്ടത്തിലാണ് അതേ മാവിച്ചൂട്ടിൽ നമ്മൾ നിന്നുകൊണ്ട് പണ്ട് കാലത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിലേക്ക് നമ്മൾ പോകാനില്ല. ഈ ഒരു വൈവിധ്യം തലമുറകളുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു സമൂഹമല്ല. പ്രകോപനപരമായി ചിന്തിക്കുന്നവര്, രക്തത്തിളപ്പുള്ളവര്, അങ്ങനെയൊക്കെയുള്ള ഒരു സൊസൈറ്റിയാണ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളെ അടക്കി ഭരിച്ച് നാട് നന്നാക്കാനാണ് കോടതി പരിശ്രമിക്കുന്നത്. അതുപോലെ പൊതുസമൂഹം പരിശ്രമിക്കുന്നു. ഈ കലാലയത്തിലൊക്കെ നല്ലതുപോലെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളവരും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഒക്കെയാണ് പിന്നീട് അധ്യാപകരായിട്ട് വന്നു നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം കണ്ടാന്ന് പറയുന്നത്. നമുക്ക് അനുഭവമുണ്ട്. എത്രയോ കോളേജ് അധ്യാപകർ, അവർക്ക് സംഘടനയുണ്ട്. കോളേജ് അധ്യാപക സംഘടനയിൽ അവർ അംഗങ്ങളാണ്, അവർക്ക് സംഘടനയുണ്ട്. പക്ഷെ അവർ പറയും വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ട. അതുപോലെ ജഡ്ജസ്, ഇപ്പൊ തന്നെ കലാലയ രാഷ്ട്രീയത്തിനെതിരായി വിധി എഴുതിയ ആൾ കൂടിയാണ് ജസ്റ്റിസ് കമാൽ പാഷ. സമരം എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളല്ല. പക്ഷെ ഒരു സമരത്തിന്റെ മുന്നിൽ അദ്ദേഹം വരുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനോട് യോജിക്കേണ്ടതായിട്ടുണ്ട്. ആ സമരത്തോട് നമുക്ക് യോജിപ്പാണ്. ഇങ്ങനെയാണ് കോടതി ഇരിക്കുന്ന ജഡ്ജിമാരായാലും പിന്നീട് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നവരായാലും മറ്റു മേഖലയിലേക്ക് വരുന്നവരെല്ലാം അവർ പിന്നീട് ഈ കലാലയ രാഷ്ട്രീയത്തിന് എതിരായിട്ട് ചിന്തിക്കുന്നത് കാണാം. പഴയ പ്രസിദ്ധമായ അച്ഛന്റെ പ്രസംഗം തന്നെ. പിന്നെ ഈ മാനേജ്മെന്റില്ലേ, മാനേജ്മെന്റിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ പൊതുവെ മാനേജ്മെന്റ് അസോസിയേഷൻ നിലപാട് സംഘടന വേണമെന്നുള്ളതാണ്. പക്ഷെ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിയായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അതൊരു സംഘടനയുടെ പ്രതിയായിട്ടാണ്. അതാണ് പണ്ടത്തെ അച്ഛന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ 2 കാറുള്ളവർ 1 കാറ്, കാറില്ലാത്തവർ കൊടുക്കണം. 2 വീടുള്ളവർ 1 വീട്, വീടില്ലാത്തവർ കൊടുക്കണം. അപ്പൊ കേട്ടോണ്ടിരുന്ന ഒരു സത്യക്രിസ്ത്യാനി എഴുന്നേറ്റ് ചോദിച്ചു, അപ്പൊ അച്ഛൻ 2 പശു ഉണ്ടെങ്കിലോ? മിണ്ടാൻ പ്രാണികൾക്ക് ഇത് ബാധകമല്ല, കാരണം അച്ഛൻ 2 പശുവുണ്ട്. ഈ ന്യായമാണ് സംഘടന മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിയായിട്ടിരുന്നുകൊണ്ടാണ് പുള്ളി രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നത്. ഏറ്റവും അവസാനം കോടതിയെ നോക്കും. ഒരു സംഘടന രൂപീകരിച്ചില്ലെങ്കിലും ജസ്റ്റിസ് ചെലമേശ്വർ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം അവരൊരുമിച്ച് നിന്നു. ഒരു പാർട്ടിയായില്ല, ഒരു ഗ്രൂപ്പ് സംഘടനയായില്ലെന്ന് മാത്രമേ. അവർ സംഘടനയുടെ അന്തരീക്ഷത്തിലേക്ക് വന്നു. എല്ലാവർക്കും സംഘടനയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ സംഘടനയില്ലാത്തവരാണ്. ഈ ഹോട്ടൽ സംഘടന മനസ്സിലാക്കാം, ബേക്കറിക്ക് ഒരു പ്രത്യേക സംഘടന മനസ്സിലാക്കാം, പൗൾട്രി അതിനൊരു സംഘടന മനസ്സിലാക്കാം. പക്ഷെ ബേക്കറിയിലെ ഓരോ സാധനത്തിനും പ്രത്യേക സംഘടനയുണ്ട്. ഈയിടെ ഒരു ഹോട്ടലിൽ ഈ ബേക്കറി സപ്ലൈ ചെയ്ത പബ്സുകാരിലാണ്, പബ്സ് കൊടുക്കുന്നവർക്ക് ഒരു സംഘടന, പബ്സ് അസോസിയേഷൻ. ഇങ്ങനെയാണ് സംഘടന. അപ്പൊ ബാക്കിയുള്ളവർക്കെല്ലാം സംഘടനയാകാം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയം കളിക്കുന്നതാണ് നാട്ടിൽ അപകടം എന്നുള്ളത് ചർച്ച പൊതുസമൂഹത്തിൽ ചിലർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമുക്കൊന്നും അതിനോട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിനോട് യോജിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കും യോജിപ്പില്ല. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണം, കലാലയത്തിൽ രാഷ്ട്രീയം വേണം. കലാലയത്തിൽ മാത്രമല്ല, സമൂഹം ആകെ പൊളിറ്റിക്കലാവണം. ഈ അപ്പൊളിറ്റിക്കലായി എന്നുള്ളതാണ് കേരളത്തിന്റെ, അപ്പൊളിറ്റിക്കലായി വരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ദുര്യോഗങ്ങളുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ പോലും രാഷ്ട്രീയങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ഗൗരവമുള്ള ചർച്ച നടത്തി നോക്കൂ. അതിനകത്ത് ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ട് ചിന്തിക്കുക. ഇവരൊക്കെ എങ്ങനെ വന്നെന്ന് ആലോചിക്കട്ടെ. ഒരു കാലത്ത് ഈ ഡോമിനേഷന്റെ കാര്യമൊക്കെ പറയുന്നില്ലേ, ഒരു കാലത്ത് KSUവിന് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു.
അതിന് ചരിത്രപരമായ കാര്യമുണ്ട്. അതായത് കേരളം രൂപീകരിച്ച ശേഷം ആദ്യത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ട് രണ്ട് തരത്തിലുള്ള സമരം നടത്തുന്നത്. ഒന്ന് മതസാമുദായിക ശക്തികളുടെ സമരം, അത് വിശ്വാസത്തിന്റെയൊക്കെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ്. രണ്ടാമത് ബഹുമാന്യനായ ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വം നടന്നിട്ടുള്ള വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായിട്ട് KSU മുൻപേ ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് എന്നുവരെയാണെന്നുള്ളത് നോക്കണം. 70 വരെ. എന്താ 70 വന്നപ്പോൾ അത് ഇടർച്ചയിലേക്ക് പോയത്? ഇടർച്ചയിലേക്ക് പോകുന്നതിന്റെ കാരണം അടിയന്തരാവസ്ഥയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കന്മാർ, രണ്ടാം നിര നേതാക്കന്മാർ ഈ വർഗസമരത്തിന്റെ ഘട്ടമോ അല്ലെങ്കിൽ പുന്നപ്പുറ സമരമോ അല്ലെങ്കിൽ അതുപോലുള്ള തൊഴിലാളി വർഗ സമരത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ഇടതുപക്ഷത്തിന്റെ രണ്ടാം നിര മുഴുവൻ അടിയന്തരാവസ്ഥയിൽ ഉണ്ടാകുക. അപ്പൊ അടിയന്തരാവസ്ഥ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം നിലനിന്നിരുന്ന ഒരു ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ വലിയ അട്ടിമറിക്കപ്പെടുന്ന പ്രശ്നം വരുന്നു. കാലിക്കട്ടിലെ രാജന്റെ മരണം വരുന്നു. ഇങ്ങനെ കുറെ ഇഷ്യൂസ് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്ന KSU ഡോമിനേഷൻ ഇല്ലാതാണ്. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്, 70-കൾക്ക് ശേഷമാണ് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഒരു മുൻകൈ ലഭിക്കുന്നത്. ആ മുൻകൈ പിന്നീട് അതുപോലെ തുടരുകയാണ്. ചിലപ്പോഴൊക്കെ ഇടർച്ച വരാം. നമുക്കൊരു ഡോമിനേഷൻ ഉള്ള കാലത്ത് ഡോമിനേഷൻ നല്ലതാണെന്നും വേറൊരാൾക്ക് ഡോമിനേഷൻ വരുമ്പോൾ ഡോമിനേഷൻ മോശമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വന്നിട്ടുള്ള പൊളിറ്റിക്സിന്റെ പ്രത്യേകതയാണ്. ഇതല്ല ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രശ്നം ഇപ്പം ഇവിടെ ഒരു നിരീക്ഷണം വന്നു. അദ്ദേഹം ശരിയായ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നതാണ്. MSFന് സ്പേസ് ഇല്ല. അങ്ങനെയാണ് SDP-യുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. ഒരു ചെറിയ കേവലാംശത്തിൽ അതിന്റെ സാധ്യതകൾ വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷെ മറ്റൊരർത്ഥത്തിലോ, യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾ ഉരുവം കൊള്ളുന്നത് ജനാധിപത്യ ശക്തികളുമായുള്ള സംഘർഷത്തിലല്ല. വർഗീയ ശക്തികൾ ഉരുവം കൊള്ളുന്നത് വർഗീയ ശക്തികളുമായിട്ടുള്ള സംഘർഷത്തിലാണ്. അപ്പം ABVPക്ക് കേരളത്തിലെ കോളേജിൽ സ്വാധീനം ഉണ്ടാകുമ്പോൾ അതിന്റെ റിയാക്ഷനാണ് SDP-യിലൂടെ കടന്നു വരുന്നത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഞാൻ കുറച്ച് അപൂർവം ചേർക്കെങ്കിലും അറിയാമല്ലോ, ഞാനൊരു മൈനാപുള്ളിക്കാരനാണ്. മൈനാപുള്ളിലാണ് ISS ഉണ്ടാകുന്നത്. ഈ ISS എന്ന പേര് വരാൻ കാര്യം എന്താ? RSSന് പാരലായിട്ടൊരു സംഘടന ഉണ്ടാവണം. അതാണ് ISS എന്ന പേര് കൊടുത്തത്. ഈ ISS എന്ന പേര് ക്ലിക്ക് ചെയ്തെന്തുകൊണ്ടാണ്? ഇനി കുറച്ചുകൂടെ വിശാലാർത്ഥം ചിന്തിച്ചു നോക്കിയേ. ഈ അൽ-ഖ്വയ്ദയുടെ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രവർത്തനം ഇന്ത്യയിൽ വ്യാപിക്കുന്നത് എപ്പോഴാണ്? ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. ബാബറി മസ്ജിദ് തകർന്നപ്പോ ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിൽ ഇസ്ലാം ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ വന്നിരിക്കും. 303 കൊല്ലക്കാരാണ് മുഗൾ രാജവംശം ഇന്ത്യ ഭരിച്ചത്. ഒരു ചെറിയ സംഭവമല്ലത്. ഇന്ത്യയെ പോലെ പ്രവിശാലമായ രാജ്യത്ത് ഒരു മുസ്ലിം ഡൈനാസ്റ്റി 3 നൂറ്റാണ്ട് ഭരിച്ചു. 3 നൂറ്റാണ്ട് ഭരിച്ചു എന്ന് മാത്രമല്ല, കലയിൽ, ശാസ്ത്രത്തിൽ, സാഹിത്യത്തിൽ, സംഗീതത്തിൽ വലിയ സംഭാവന മുഗൾ രാജവംശത്തിൻ്റെതായിട്ടുണ്ടായി. ഒരു സംഗീത ശാഖ തന്നെ ഉണ്ടായി, ഭാഷ തന്നെ ഉണ്ടായി. ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല. എങ്ങനെയുള്ള രാജ്യത്ത്? മതേതരത്തിന് വേണ്ടി ബലിയാടായ ഒരു മഹാത്മജിയുള്ള രാജ്യത്ത്. അങ്ങനെയുള്ള രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണനയില്ല, ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് ആശങ്ക ഉണ്ടായിരിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോ ആ പ്രചരണം ലോകത്താകെ ക്ലച്ച് പിടിച്ചൊരു കാര്യമാണ്. അപ്പൊ ഒരു ഹിന്ദു ഭീകരതയുടെ പ്രതീകമായി മാറിയ ബാബറി മസ്ജിദിന്റെ തകർച്ച ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വളം വെച്ചു. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ആരോഗ്യം കൂടിയവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നിങ്ങൾ ഞാനുമായിട്ട് മത്സരിച്ചാൽ ഞാൻ പരാജയപ്പെടും. പക്ഷെ രണ്ട് വർഗീയ ശക്തികൾ തമ്മിൽ മത്സരിച്ചാൽ അവിടെ ചെറിയ ആൾ പരാജയപ്പെടുക, വലിയ ആൾ വിജയിക്കുക എന്ന പ്രശ്നമില്ല. രണ്ടുപേരും വിജയിക്കും. അതാണ് വർഗീയതയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് SDP കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ വർഗീയത കലാലയത്തിൽ ശക്തമായി തുടങ്ങിയ ഘട്ടത്തിൽ അതിൻ്റെതായ ഒരു റിയാക്ഷൻ ഉണ്ടായി. ഇപ്പൊ MSF എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ നല്ല സ്വാധീനമുള്ള പല കോളേജുകളുണ്ട്. അതിന് ബദലായിട്ട് SDP-ക്ക് വരാൻ പറ്റില്ല. കാരണം MSF കുറച്ചുകൂടി മിതവാദപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് അതിന് ബദലായിട്ട് വരാൻ പറ്റില്ല. പക്ഷെ ABVPക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളും നോക്കിയാൽ മനസ്സിലാവുന്നത് അത് കോളേജിൽ മാത്രമല്ല, കോളേജിന്റെ പുറത്തുള്ള അന്തരീക്ഷം നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു സ്പേസ്, വർഗീയതയുടെ ഒരു അതിപ്രസരം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നതോടുകൂടി ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഇപ്പം ഇന്ത്യയിലെ മുഖ്യ ഭരണകക്ഷിയാണെങ്കിൽ പോലും
അതിന്റെ പല സംഘടനകൾക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നോക്കിയാൽ നമുക്കറിയാം ജനാധിപത്യത്തോട് യോജിപ്പില്ല. ഇതിന്റെയൊക്കെ ഭാഗമായി വർഗീയ തീവ്രവാദ ശക്തികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അത് നല്ലതുപോലെ വിദ്യാർത്ഥികളെ ബാധിക്കും. നിങ്ങൾ ഇപ്പം നല്ല വിദ്യാസമ്പന്നരുടെ ഒരു നാടാണല്ലോ കേരളം. പക്ഷെ ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ നിരീക്ഷിച്ചപ്പോ അത് ചെറുപ്പക്കാരാണ്. ഈ മുതിർന്നവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ്. അതായത് ശബരിമല ഇഷ്യൂ വന്നപ്പോ ഏറ്റവും നന്നായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് മുതിർന്നവർ മാത്രമല്ല, ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ വിദ്യാർത്ഥികളായിട്ടുള്ള വലിയ കമന്റ് വരുന്നത്. അവരാണെങ്കിൽ പിന്നെ വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കും. അന്ധവിശ്വാസത്തിന് നല്ല ഒരു പരിഗണന കിട്ടുന്നുണ്ട്. ഈ അന്ധവിശ്വാസത്തിന് പരിഗണന കിട്ടുന്നതിന്റെ കാരണം ഈ മതവിശ്വാസത്തിന്റെ രൂഢമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അതുപോലെ വർഗീയതയുടെ രൂഢമായിട്ടുള്ള ഇടപെടലാണ്. അപ്പൊ കലാലയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പൊളിറ്റിക്സ് ആണ്. പക്ഷെ മറ്റൊരു സൈഡിൽ എനിക്ക് പറയാനുള്ളത് ഈ കലാലയത്തിലെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം കടന്നു വരുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് അങ്ങനെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയ പ്രശ്നത്തോട് ആരും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അംഗീകരിച്ചാലില്ലേ, എനിക്കതിൽ വല്ലാത്തൊരു പിന്നെ അഭിമാനബോധത്തോടെയാണ് പറയുന്നത്. അഭിമാനബോധം മാത്രമല്ല, ചിലപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് എങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ജയശങ്കർ അവർ പറഞ്ഞ ഒരു 4-5 പേരുകളുണ്ട്. ആ പേരുകളെല്ലാം SFI നേതാക്കന്മാരാണ് പറയപ്പെട്ടത്. 26 SFI നേതാക്കന്മാർ കേരളത്തിലെ കലാലയത്തിൽ പറയപ്പെട്ടു. ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു, ഒരൊറ്റ ആടിനെ കലാലയത്തിൽ വെച്ച് SFIക്കാർ കൊന്നിട്ടില്ല. ഒരാളിന്റെ പേരും പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞ ഭുവനേശ്വരനായാലും പ്രസാദായാലും ശ്രീകുമാറായാലും എല്ലാ SFI നേതാക്കന്മാരാണ്. SFI നേതാക്കന്മാരുടെ കുത്തേറ്റ് മരിച്ച ഒരു പ്രധാനപ്പെട്ട KSU നേതാവിന്റെ പേര് കലാലയത്തിലാർക്കും പറയാൻ പറ്റില്ല. ABUP നേതാവിന്റെ പേര് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാരാളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. CPM-കാർ കോൺഗ്രസിനെ കൊന്നിട്ടുണ്ട്, കോൺഗ്രസ് CPM-നെ കൊന്നിട്ടുണ്ട്, RSS-കാർ അപൂർവം ചിലപ്പോ ഇടതുപക്ഷ കക്ഷികൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. പക്ഷെ 26 പേരാണ് SFI നേതാക്കന്മാർ കേരളത്തിലെ കലാലയത്തിൽ കൊലയപ്പെട്ടത്. അവരിൽ ഒരാൾ പോലും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാവ് SFI പ്രവർത്തകന്റെ കത്തി കുത്തേറ്റ് മരിച്ചിട്ടില്ല. ഇപ്പോഴും സൈമൺ ബ്രിട്ടോ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അഭിമന്യുവിന്റെ വധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് അദ്ദേഹമാണ്. കാരണം അഭിമന്യു ഈ ബ്രിട്ടോയുടെ യാത്രാവിവരണം എഴുതി കൊടുക്കുന്ന ജോലിയായിരുന്നു. നിങ്ങൾ ഭാഷാഭൂഷണിയിൽ വായിച്ച ബ്രിട്ടോയുടെ യാത്രാവിവരണം എഴുതി കൊടുത്തത് അഭിമന്യുവാണ്. അഭിമന്യു ആ വീട്ടിൽ ചെന്നിട്ട് ഈ ബ്രിട്ടോയുടെ ഭാര്യ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണമാണ് ചിലപ്പോൾ 2-3 ദിവസം ഒരിക്കൽ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഈ അഭിമന്യു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപം, ഒരു ആരോപണം നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു പ്രശ്നം കൂടി, ഈ കൊലപാതകവും അക്രമത്തിന്റെ ഒരു പ്രശ്നം കൂടി അതിനകത്ത് കാണേണ്ടതായിട്ട്. പിന്നെയുള്ളത് ഈ കസേര കത്തിക്കലും സംബന്ധിച്ചുള്ള വാർത്തകളാണ്. ഞാൻ ആ വാർത്തയുടെ ഒരു വിശദാംശത്തിലേക്ക് പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പഴയ വലിയൊരു ചർച്ചയായതാണ് ഈ ചാപ്പ കുത്തൽ. കേരളത്തിൽ ആകെ മാധ്യമങ്ങൾ ആഘോഷിച്ചാണ്. അവസാനം ഈ ചാപ്പ കുത്തപ്പെട്ട വിദ്യാർത്ഥി വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംഭവം എത്തിച്ചമച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ വാർത്ത ഉണ്ടായില്ല. അത് അതിനെ അനുകൂലിക്കുന്ന ഒരു പത്രത്തിന്റെ മൂല്യം ഒതുങ്ങി. കേരളത്തെ ഇളക്കി മറിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഉപോൽപ്പന്നമായി നമ്മൾ കണ്ട, അക്രമ രാഷ്ട്രീയത്തിന്റെ ഉപോൽപ്പന്നമായി നമ്മൾ കണ്ട ചാപ്പകുത്തൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന ഭാഗത്ത് ഉണ്ടായതല്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കുത്തപ്പെട്ട വിദ്യാർത്ഥി പറയും. ഇങ്ങനെ പ്രചരണം നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താണ് അതിന്റെ ശരിയായ വശം എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഇതിന്റെ മൂന്നാമത്തെ വശം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ വശം കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല. കലാലയ രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിലെ ക്യാമ്പസിനെ സർഗാത്മകമാക്കിയ ഒന്നാണ്. ആ ക്യാമ്പസ് സർഗാത്മകമായതുകൊണ്ടാണ് MDക്ക് നിർമ്മാറ്റി എടുക്കാൻ പറ്റിയത്. അല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമല്ലോ. ക്യാമ്പസ് സർഗാത്മകമായി. ഞാൻ ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് താമസിക്കുന്ന ആളാണ്. ശാസ്താംകോട്ടയിലാണ് തനത് നാടകവേദി ശങ്കരപ്പിള്ള സാധിക്കുന്നത്. ഈ തനത് നാടകവേദി വിജയിച്ചെങ്ങനെയാണ്? ശാസ്താംകോട്ടയിൽ ആരംഭിക്കുന്നു, കേരളത്തിലെ ക്യാമ്പസിൽ ഏറ്റെടുക്കുന്നു. തനത് നാടകവേദിയെ കുറിച്ച് നമുക്ക് വേറെ പ്രശ്നമുണ്ട്. തനത് നാടകവേദി വികസിച്ചു വന്നപ്പോഴത്തേന് KPSC ആളില്ലാതായി. അതുകൊണ്ട് അത് പ്രശ്നമുണ്ട്. നാടകം കാണാൻ പിന്നെ ആള് പോകാതായി. കാരണം ഈ ജനകീയ നാടകങ്ങൾക്ക് ആളില്ലാതെ വരികയും നാടകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാകാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞ് വേറൊരു സാധനമാണ്. നെഗറ്റീവ് വശമുണ്ട്. പക്ഷെ നെഗറ്റീവ് വശം ഉണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ തനതായ ഒരു നാടകവേദി രൂപപ്പെട്ടത് ക്യാമ്പസുകളിലാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ നരേന്ദ്രപ്രസാദിനെ പോലുള്ള ആളുകൾ അവരൊക്കെ കടന്നു വരുന്നത് ഈ കലാലയത്തിന്റെ ഈ സർഗാത്മകതയിൽ നിന്നാണ്. ആ സർഗാത്മക നശിച്ചെങ്ങനെയാണ്? കലാലയത്തിൽ കൂട്ടായ്മ വേണ്ട, കലാലയത്തിൽ സർഗാത്മക വേണ്ട എന്നുള്ള ചർച്ചയിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല കലാലയത്തിലുണ്ട്, ഇതും കൂടിയുണ്ട്.
അതിന്റെ മറ്റൊരു ഘട്ടമാണ് ശ്രീമതി ഷാനിമോൾ ഇവിടെ വളരെ ആശങ്കയോട് ചൂണ്ടിക്കാണിച്ചു. അത് അവർ ആശങ്കയോട് ചൂണ്ടിക്കാണിക്കുന്നതിന് വേറെ കാരണമുണ്ട്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ, വിശേഷിച്ച് UDF രാഷ്ട്രീയത്തിൽ നല്ല പ്രാധാന്യം ലഭിക്കേണ്ടുന്ന ഒരു വനിതയാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. അത് എന്താണ് ലഭിക്കാതെ പോകുന്നതെന്നുള്ളതിന്റെ ഒരു പ്രശ്നം വനിതകളുടെ പങ്കാളിത്തക്കുറവ്. ഈ വനിതകൾക്ക് എല്ലാം പങ്കാളിത്തം കിട്ടിയാലും ഇവരെ പോലെ ശുദ്ധിയായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നുള്ളത് വേറെ പ്രശ്നം. ഞാൻ തമാശയ്ക്ക് ജയശങ്കർ സാറിനോട് പറയുകയായിരുന്നു, ഒരുപക്ഷെ UDF 20 സീറ്റിലും വനിതകളെ നിർത്താൻ തീരുമാനിച്ചാലും ഇക്കാരണത്താൽ ഷാനിമോളെ നിർത്താനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. തമാശയായിട്ട് എടുത്താൽ മതി തന്നെ. കാരണം അത്രയും അർഹതയുള്ള, അപ്പൊ ഇവരൊക്കെ എനിക്കൊന്ന് CS സുജാതയുടെ ഒക്കെ ഒരു ബാച്ചാണെന്ന് തോന്നുന്നു. സുജാതയ്ക്ക് കിട്ടിയ ഒരു വലിയ പ്രാധാന്യമുണ്ട് CPM-ന്. കാരണം CPM-നെ പോലെ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രാധാന്യം കിട്ടുന്ന ഒരു സംഘടനയല്ലല്ലോ. പക്ഷെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ TNCM എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത കാലത്ത് CPM-ന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള വളരെ പെട്ടെന്ന് നേതൃത്വത്തിലേക്ക് വന്നിട്ട് ഒരുപാട് വനിതകൾക്ക് ഇടതുപക്ഷ CPI-ലായിരുന്നു കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത്രയും കൂടുതൽ കോൺഗ്രസിനകത്ത് അങ്ങനെ കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നല്ല വനിതാ നേതാവിനെ ഇവർക്ക് മന്ത്രിയാക്കാൻ പറ്റില്ല. അവര് മോശമാണെന്നല്ല ഞാൻ പറയും. പക്ഷെ അവര് മന്ത്രിയാക്കാൻ വേണ്ടി നിർത്തിയതോ മന്ത്രിയായി വരത്തക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വനിതയായിരുന്നില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ് അവസാനിപ്പിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ 90% വിദ്യാർത്ഥിനികളാണ്. അത് വളരെ ശരിയാണ്. ആ വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ മുൻകൈ ലഭിക്കുന്നില്ല. ഇത് ക്യാമ്പസിന്റെ മാത്രം പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. പൊതുസമൂഹത്തിൽ കേരളത്തിലാണെങ്കിൽ സ്ത്രീകളാണ്, പുരുഷന്മാർ കുറവാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വലിയ സമരം നടത്തേണ്ടി വന്നു വൃന്ദാകാരാട്ടിന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊക്കെ തുറന്നു പറയാമല്ലോ, അവിടെ വേറെ വേദിയല്ലോ. വൃന്ദാകാരാട്ട് പാർട്ടി കോൺഗ്രസിൽ ആവശ്യത്തിന് വനിതകളുടെ പ്രായം ചെയ്യാതെ വന്നപ്പോൾ പാർട്ടി കോൺഗ്രസിൽ എഴുന്നേറ്റ് വേളുണ്ടായി. ജ്യോതിബാസുവാണ് പ്രസൈഡ് ചെയ്തുകൊണ്ട് അധ്യക്ഷനായിട്ടിരിക്കും. ജ്യോതിബാസു പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു ഞാൻ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. ജ്യോതിബാസുവിന് നല്ല മേൽക്കോയ്മ ഉണ്ടല്ലോ, നല്ല കപ്പാസിറ്റി മാൻഡറ്ററി പവർ ഉള്ള ആളാണ്. അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ് അവരുടെ ഒഴിവാക്കിയേക്കാം. വൃന്ദാകാരാട്ടിന്റെ പേര് CC ഒഴിവാക്കും. പക്ഷെ വൃന്ദാകാരാട്ടിന്റെ സമരത്തിന്റെ ഭാഗമായി ഇന്ന് 2 പേർ ടിവിയിലുണ്ട്. സുഭാഷിണി എലിയുണ്ട്, വൃന്ദാകാരാട്ടുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ ഏതെങ്കിലും ഒരു വനിത CPM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു ആളാണ്. ചെറിയ സംഭവം. അത് വനിതകൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. വേറെ ആരും സമരം നടത്താനില്ല കേട്ടോ. പുരുഷന്മാരൊന്നും വനിതകൾക്ക് വേണ്ടി സമരം നടത്താനില്ല. ഇവിടെ വനിതകൾ കുറവാണെന്ന് കരുതി അവർക്ക് വേണ്ടി പറയാതിരിക്കുകയും വേണ്ട. വനിതകൾക്ക് അർഹമായ പ്രായത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ കിട്ടുന്നില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ വനിതകളുടേതായ പരിച്ഛേദം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ശക്തമായി കടന്നു. മെമ്പർഷിപ്പ് എടുത്ത് നോക്കൂ. CPI-യുടെ CPM-ന്റെ മെമ്പർഷിപ്പ് എടുത്ത് നോക്കൂ. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലെ വനിതകളെ അത് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള മെമ്പർഷിപ്പായിട്ട് എനിക്ക് അത്ര പറയാൻ പറ്റുന്നില്ല. മെമ്പർഷിപ്പിലേക്ക് വേണ്ടത്ര പരിഗണനയും പ്രാധാന്യം വരാത്തതിന്റെ പ്രശ്നം നേതൃത്വത്തിൽ പരിഗണിക്കുന്നത്. ഇപ്പൊ പാർലമെന്റിൽ കേരളത്തിൽ 50% സ്ത്രീ സംവരണം നമുക്ക് പഞ്ചായത്തുകളിലേക്ക് വന്നു, പല സംസ്ഥാനങ്ങളിലും വന്നു. പക്ഷെ പാർലമെന്റിൽ വന്നില്ല. അപ്പൊ സ്ത്രീകളുടേതായ ഒരു മുന്നേറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് സംശുദ്ധിക്ക് നല്ലതാണ്, അക്രമ രാഷ്ട്രീയത്തെ ചെറുക്കാൻ നല്ലതാണ്, ആശയപരമായ പോരാട്ടത്തിന് നല്ലതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയം വളർന്നു വരണമെങ്കിൽ സ്ത്രീകളുടെ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തം. അതിന്റെ ഒരു പരിധി ഞാൻ പറയട്ടെ. ഞാൻ ഈ ശബരിമല പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. കേരളത്തിൽ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണ്? നിങ്ങൾ കൂടുതലും വക്കീലന്മാരാണ്. ASF-ആയിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടും CPM-ഉമായി ബന്ധപ്പെട്ട വക്കീലന്മാരാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നം 10-15 കൊല്ലക്കാലം കോടതി ഇതെല്ലാം കേട്ടിട്ടാണ് പറഞ്ഞത്. ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് കോടതി പറഞ്ഞത്. ഇവിടെ 2 നീതിയില്ല. എന്നിട്ട് കോടതി വേറൊരു വ്യാഖ്യാനം നടത്തിയില്ല. 10 വയസ്സിന് 50 വയസ്സിനിടയിൽ വനിത നാളെ ഒരു ശബരിമല പോയില്ലെങ്കിൽ 3 മാസം തടവും ശിക്ഷയും കോടതി പറഞ്ഞില്ല. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പോവാം. പക്ഷെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാ? ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വനിതകൾ തന്നെയാണ്. വനിതകൾ തന്നെയാണ് ശബരിമലയിൽ പോകുന്നതിന് എതിർക്കുന്നത്. എതിർക്കുക എന്ന് പറഞ്ഞൊരു കാര്യം എന്താ? ഞാൻ സ്വയം വിവേചനപ്പെടുന്നവളാണ് എന്ന് സ്ത്രീ പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ ഏതെങ്കിലും ഒരു സമയത്ത് അശുദ്ധിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത്? എന്ത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീ പറയാൻ ഞാൻ നിശ്ചിത സമയത്ത് അശുദ്ധയാണ് എന്നൊരു സ്ത്രീ സ്വയം സമ്മതിച്ചു കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാ? ഒരു സ്ത്രീ അശുദ്ധയല്ല, ഒരു പുരുഷനും അശുദ്ധയല്ല. ആവശ്യമില്ലാത്ത ഏർപ്പാടായില്ല. 41 ദിവസം വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പുരുഷൻ ചെയ്യുന്ന പണിയാണ്. എന്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ വിവറേജ് കോർപ്പറേഷൻ ഈ ശബരിമല സീസൺ അങ്ങോട്ട് വന്നാൽ മതി. അവിടെ നിർത്താത്ത ഒരു വണ്ടി ശബരിമലയ്ക്ക് പോകുന്നില്ല. അപ്പൊ വ്രതം എടുത്തിട്ടാണ് പുരുഷന്മാർ പോകുന്നത്. വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യാം. ഈ പുരുഷന്മാര് ഇവിടെ ഇരിക്കുന്നവരാരും മദ്യം കാണാത്തവരായിരിക്കും. പക്ഷെ നാട്ടിൽ മഹാഭൂരിപക്ഷം പുരുഷന്മാര് ശബരിമലയിൽ പോകുന്നവർ മദ്യം കഴിച്ചിട്ടാ പോകുന്നേ. ഇനി അവർ സ്ത്രീ സംസർഗം നടത്തിയിട്ടില്ലേ പോകുന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? ധൈര്യത്തോട് വേണം. എത്ര പേർ പറയാൻ പറ്റും? അപ്പൊ വിശ്വാസം ഇതൊന്നും ഈ വ്രതത്തിന്റെ ഒന്നും പ്രശ്നമാകത്തില്ല. ഇതൊക്കെ ഭരണഘടനാപരമായി തുല്യമായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശം കോടതി സംരക്ഷിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതിക്ക് ചെയ്യാൻ പറ്റും. കോടതി അത് ശരിയായ നിരീക്ഷണം തന്നെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്.
പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കുന്നവരാ സ്ത്രീകൾ തന്നെയാണ് എതിർക്കുന്നത്. സ്ത്രീകൾ തന്നെയാണ് ശബരിമലയിൽ കയറുന്നതിന് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും ആശയങ്ങളും ഒക്കെ പറയുന്നത്. ഇത് പറയുമ്പോ ഇത് എത്ര കാലം നിലനിൽക്കും? ഇതിന് ഇപ്പൊ ഒരു ചെറിയ രഹസ്യം കാര്യങ്ങളും വിചാരിച്ച് കാലക്രമേണ സ്ത്രീകൾ നല്ലതുപോലെ ശബരിമലയിലേക്ക് പോകും. ശബരിമലയിലേക്ക് പോകുന്നതിന് തർക്കമേ വേണ്ട. അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുകയും ചെയ്യും. ഏതൊരു കാര്യം മാറ്റത്തിന് വിധേയമാകുമ്പോഴും നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പണ്ട് കാലത്ത് അവർണ വിഭാഗത്തെ ക്ഷേത്രത്തിൽ കയറ്റിയപ്പോൾ അവർണ വിഭാഗം ഇതേ ആശയം പറഞ്ഞു. അവര് ദൈവവിരോധമാണെന്ന് പറഞ്ഞു. മറ്റു പലരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇത് സമൂഹം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമാവുക എന്നുള്ളതല്ല. ഏറ്റവും വലിയ ഉദാഹരണം എന്താ? കേരളത്തിലെ പ്രളയ സമയത്ത് കേരളത്തിൽ ആരാ രാഷ്ട്രീയമുണ്ട്? അതിനുശേഷം അവരുടേതായ രാഷ്ട്രീയം പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയുന്ന ഘട്ടം വന്നപ്പോൾ അവർ രാഷ്ട്രീയം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു, ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു. പക്ഷെ കേരളം ഇപ്പൊ സച്ചിദാനന്ദ ഏറ്റവും പുതിയ കവിതയിലെ ആദ്യത്തെ വരി ഇതാണ്: ഈ പ്രളയത്തെ കൈക്കുമ്പിളി ഒതുക്കി. ഇന്നലെ ഇറങ്ങിയ സച്ചിദാനന്ദൻ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനം, എനിക്ക് തോന്നുന്നു ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് സച്ചിദാനന്ദന്റെ കവിതയാണ്. ഏറ്റവും വലിയ സമ്പത്ത്. അത്ര മനോഹരമായ കവിതയാണ്. കേരളം കൈക്കുമ്പിളി ഒതുക്കിയതാണ്. കാരണം ഇത്ര ഐക്യബോധത്തോടു കൂടി കേരളത്തിന്റെ ഉന്നതമായ രാഷ്ട്രീയ ബോധം നേടിച്ച ഒരു സംഭവമാണ് പ്രളയത്തെ നമ്മൾ മെരുക്കി എന്നുള്ളത്. അത് ലോകത്തിന് അത്ഭുതമാണ്. ആർക്കിടെക്ട് ശങ്കര പറഞ്ഞത് 10,000 പേർ മറ്റു സ്ഥലങ്ങളിലായിരുന്നു മരിക്കുമായിരുന്നു. 483 പേരെ മരിച്ചത്. ഇന്നലെ ആൻഡമാൻ നിക്കോബാറിലെ ഒരു സുവിശേഷകരുടെ ഒരു മരണ വീട്ടിൽ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, ഇതെങ്ങനെ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഐക്യമുണ്ടല്ലോ, ഈ ഐക്യം ചില ഘട്ടങ്ങളിൽ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുവരും. അങ്ങനെ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് മറ്റു പല പരിശ്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത് വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല. കേരളീയ സമൂഹം ആകെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് വർഗീയതയുടെ ആധിക്യം കടന്നു വരുമ്പോഴാണ്, അന്ധവിശ്വാസത്തിന്റെ ആധിക്യം കടന്നു വരുമ്പോഴാണ്. ഇത് രണ്ടും ഒഴിവാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ നമ്മുടെ സമൂഹം രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. അത് കക്ഷി രാഷ്ട്രീയമല്ല. നമ്മുടെ സമൂഹം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് നിർമ്മാല്യ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഇന്ന് ടി വി കാണിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ സീൻ വെട്ടിമാറ്റിയാ കാണിക്കുന്നത്. ഒരു ചാനലുകാരും അതിന്റെ അവസാനത്തെ സീൻ കാണിക്കില്ല. എന്താ കാണിക്കാത്തെ? 70കളിലാണ് ആ സിനിമ ഇറങ്ങുന്നത് ഓർത്തോണം. 70കളിൽ 40ലാണ് അദ്ദേഹം ആ കഥ എഴുതുന്നത്. 40ൽ ആ കഥ എഴുതുമ്പോ അദ്ദേഹം നായകനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നില്ല. അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് കണ്ടോ? നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്ന എനിക്കറിയാൻ വയ്യ. 40കളിൽ എം ടി എഴുതുന്ന കഥയ്ക്കകത്ത് ആ നായകൻ ആത്മഹത്യ ചെയ്യുന്നില്ല. എന്താ കാരണം? എം ഡിക്ക് അയാളുടെ വിരോധ സ്നേഹമുണ്ടല്ല. അന്ന് നവോത്ഥാന സാഹിത്യമാണ്, പ്രതീക്ഷയുടെ സാഹിത്യമാണ്. നേരെ മറിച്ച് എം ഡിയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങിയ സമയമാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തെ എല്ലാ ബഹുമാനത്തോടെ അംഗീകരിച്ചിട്ട് പറയാ നായകൻ ആത്മഹത്യയിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തരാധുനിക സാഹിത്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതായി. ആ ജീവിതത്തിൽ പ്രതീക്ഷയില്ലായ്മ എം ഡിയെ സ്വാധീനിച്ചു. അതുകൊണ്ട് വെളിച്ചപ്പാട് ആത്മഹത്യ ചെയ്യുന്നു. വെളിച്ചപ്പാട് ആത്മഹത്യ വെറുതെ ചെയ്യല്ല. വെളിച്ചപ്പാട് ആത്മഹത്യ ചെയ്തത് താൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ദൈവത്തെ സംരക്ഷിക്കുന്നു. പക്ഷെ തന്റെ ഭാര്യ വ്യഭിചരിക്കാൻ പോകും. വീട്ടിൽ ചെന്നപ്പോൾ കഥ അടഞ്ഞു കിടക്കുക. കുറെ നേരം തോർത്തെടുത്ത് വീശിക്കൊണ്ടിരിക്കുമ്പോൾ കഥ തുറന്നു വരുന്നു. തുണി നേരെയാക്കിക്കൊണ്ട് വരുന്ന ഭാര്യ, പുറകിൽ കടക്കാരനായ മായിക്കുട്ടി, എന്റെ 4 മക്കളെ പെറ്റവളാണോ നീ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് പോവുക. അവിടെ ചെന്നിട്ടാണ് ഈ മനുഷ്യൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ തുപ്പി മരിക്കുന്നത്. അതായത് ദൈവത്തെ വിമർശിക്കാനുള്ള അധികാരം എം ഡിക്ക് വരെ ഉണ്ടായിരുന്നു. എഴുത്തച്ഛനുണ്ടായിരുന്നു ദൈവത്തെ വിമർശിക്കാനുള്ള അധികാരം. അതാണ് ശ്രീകൃഷ്ണനെ ഗാന്ധാരി പർവ്വത്തെ വിമർശിക്കുന്നത്. ഇതിനുള്ള അധികാരമെല്ലാം ഉണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ കാലത്ത് മാത്രമേ നടക്കൂ, അരാഷ്ട്രീയ കാലത്ത് നടക്കത്തില്ല. അതുകൊണ്ട് കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കേരളം അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്. അത് ക്യാമ്പസ് മാത്രമല്ല, സമൂഹമാകെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടണം. അത് കക്ഷി രാഷ്ട്രീയമല്ല. കക്ഷി രാഷ്ട്രീയമല്ല എന്നുള്ള തെളിവാണ് പ്രളയത്തിൽ നാം കണ്ടത്. ഈ രാഷ്ട്രീയ ബോധത്തിലേക്ക് കേരളം വരുമെങ്കിൽ അതിൽ കൊള്ളാം. അതിൽ അവരവരുടെ പങ്ക് അവർ വിധിച്ചെടുത്തോട്ടെ. CPM CPM എടുത്തോട്ടെ, കോൺഗ്രസ് എടുത്തോട്ടെ, CPI എടുത്തോട്ടെ, BJP എടുത്തോട്ടെ എന്നുള്ളതല്ലാതെ ഈ രാഷ്ട്രീയവൽക്കരണമാണ് ഇതിന്റെ പരിഹാരം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അതല്ലാതെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം വേണ്ട, സംഘടന വേണ്ട, അവിടെ വിദ്യാർത്ഥികൾ പഠിച്ചാൽ മാത്രം മതി, ശുദ്ധ അസംബന്ധമാണ്. ഇന്നലെ മെനഞ്ഞാന്നൊരു സ്ത്രീ എന്നോട് പറയുന്നത് അറിയും, ഒരു കോളേജ് അധ്യാപിക. അവരെന്നോട് യാദൃശ്യം പറഞ്ഞത്, അവർ കോളേജ് അധ്യാപിക പിന്നെ അറിയുന്നു. ഞാനൊരു പത്രം വായിക്കാറുണ്ട്, അഭിമാനത്തോട് പറയാ, ഞാനൊരു പത്രം വായിക്കാറുണ്ട്. ഇവരെങ്ങനെ വിദ്യാർത്ഥി പോയി പഠിപ്പിക്കും? ഒരു അപരവായന ഇല്ല ഇവരുടെ മുമ്പിൽ. സിലബസ് മാത്രം പഠിക്കുക, പോയി സംസാരിക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം ഇരുന്ന് കരയുക. ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊന്നുമില്ല. നമ്മുടെ അധ്യാപകര്
ഇവിടെ അധ്യാപകരെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. നമ്മുടെ എത്രയോ അധ്യാപകർ ഈ UG ശമ്പളം എന്തിനാ 3:30 മുതൽ 4:30 വരെ കുട്ടികളെ അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കണം. ഒരു ഡോക്ടർ കൈകാര്യം ചെയ്യുന്ന ഒരു റിസർച്ച് നടത്തണം. ആശാൻ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ പഠിപ്പിക്കലില്ല. ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം അതുപോലെ പറഞ്ഞിട്ടല്ല. പിന്നെയോ ഇവരെ അപരവായന നടത്തി പരവായന നടത്തി വിദ്യാർത്ഥികളെ കൂടുതൽ പോഷിപ്പിക്കുന്നതിനുള്ള വർക്ക് നടത്തണം. അതിനാണ് UG ശമ്പളം. അതിനാണ് ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നത്. ആ ശമ്പളം വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് ഈ ജോലി ചെയ്യാതിരിക്കുന്നത്. അപ്പം പുറത്തേക്കുള്ള യാതൊരു അഡീഷണൽ ആയിട്ടുള്ള വായനയില്ല. വല്ലാത്തൊരു അവസ്ഥയാണത്. ഈയിടെ B.Ed പഠിപ്പിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാളെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ഈ C. രവീന്ദ്രനാഥും നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ മറുപടി വളരെ തമാശമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിനെ എന്നെ ഉദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ വിദ്യാർത്ഥി പറഞ്ഞ മറുപടിയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ധാരണ. നമ്മളാരും ധരിച്ചു വെച്ചിരിക്കുന്ന പോലല്ല. അപ്പൊ അധ്യാപകരുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം പരമായനയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. സിലബസിൽ മാത്രം ഒതുങ്ങി എന്നുള്ള കാര്യം പോകുന്നത്. ഈ സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പൊളിറ്റിക്കൽ ആവുന്നതാണ്. ക്യാമ്പസ് കുറച്ചുകൂടി സർഗാത്മകമാകണം. അവിടെ കേവലമായ പഠനത്തിനപ്പുറത്തേക്ക് വികസിക്കണം. അവിടെ രാഷ്ട്രീയം വേണം, അവിടെ നാടകം വേണം, അവിടെ സിനിമ വേണം, അവിടെ കല വേണം, അവിടെ സംഗീതം വേണം, അവിടെ സാഹിത്യം വേണം. ഇതിലേക്ക് വിദ്യാർത്ഥികൾ കേന്ദ്രീകരിക്കട്ടെ. അതിനുള്ള ഒരു പ്രചോദനം നമ്മൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടാക്കിക്കൊള്ളും. അതിനപ്പുറത്തേക്ക് അവർ പ്രകോപിതരാകുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വന്നിട്ട് മാത്രം കാര്യമില്ല. അവർക്ക് കുറച്ച് മുൻകൈ വരുമ്പോൾ അവരുടെ ഒരു രീതി കണ്ടുകൊണ്ട് നമ്മൾ വിഭ്രമിച്ചിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം എങ്ങനെയും കാണുന്നത്. ഇപ്പൊ ധനുവച്ചവരം കോളേജിലുണ്ടായ സംഭവം എന്താ? ഞാനൊരു വിശദാംശങ്ങൾക്ക് പോവല്ല. അത് പുറത്തുനിന്ന് വന്നിട്ട് അധ്യാപകരെ ആക്ഷേപിക്കുകയാണ്. പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സമൂഹം വന്നിട്ട് അധ്യാപകരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നാ വേണ്ടി വരും. അവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഇപ്പം JNU ഞാൻ JNU എന്തിന്റെ ഡോമിനേഷൻ ആണുള്ളത്? JNU നോക്കിയേ, KSU ഒരു ഭാഗത്ത് മത്സരിക്കും, ഐസയും AISF-ഉം SFI-യും എല്ലാം കൂടെ ചേർന്നൊരു ഭാഗത്ത് മത്സരിക്കും. ഈ കേരളത്തിൽ ചെല്ലുന്ന കുട്ടികൾ മാത്രമല്ല ഉള്ളത്, മറ്റെല്ലാ സ്റ്റേറ്റിലും ചെല്ലുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി സമൂഹം ഒരുമിച്ച് നിന്നപ്പോൾ അവിടെ മുൻകൈ വന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ഒരു തീവ്രവാദ സംഘടനക്കെതിരായി, ഒരു വർഗീയ സംഘടനക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റി. 20 കൊല്ലക്കാലം അവിടെ SFI പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ കോളേജ് AISF-ന്റെ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഏറ്റവും നല്ല സമരം നടന്ന ഒന്ന് ഈ JNU-ൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി ചാൻസലർ സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം നടന്ന അവിടെ നിന്നാണ്. എന്തുകൊണ്ടാണ് KSU-ന്റെ ഡോമിനേഷൻ അടിയന്തരാവസ്ഥ ശേഷം പുറകോട്ട് പോയതെന്ന് ഷാനിമോൾ ഉസ്മാനെ പോലുള്ള ആളുകൾ നല്ലതുപോലെ ചർച്ച ചെയ്യണം. SFI-ക്ക് ഏതെങ്കിലും കോളേജിൽ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് PK പോലെയുള്ള ആളുകൾ ഉയർന്ന നേതൃത്വത്തിൽ അല്ലെങ്കിലും പറയുന്നിടത്ത് പറയാൻ കഴിയണം. ജയശങ്കറിനെ പോലുള്ള ആളുകൾ ഇത് രണ്ടും നോക്കിയിട്ട് കൃത്യമായ നല്ല നിലപാട് പറയണം. രണ്ടുപേരെ ഒരുപോലെ കുറ്റപ്പെടുത്തി പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം കേരള സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ ഒരഭിപ്രായ രീതിയിലേക്ക് നമ്മൾ മുൻകൈയെടുക്കാതെ നമ്മൾ ഇതിനകത്ത് ഈ കൊച്ചു വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇവിടെ പരോക്ഷമായി ജയശങ്കറും ഷാനിമോൾ ഉസ്മാനും നടത്തിയ വിമർശനങ്ങൾ പരോക്ഷമായി തന്നെ വളരെ ഭംഗിയായി അവിടെ എനിക്കൊന്നും ഗോപന്റെ മാതൃക. പക്ഷേ ഗോപനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചുമതലയിലിരുന്ന എങ്ങനെ വിമർശനങ്ങളും നിലനിൽക്കണമെന്നുള്ളതിന് വളരെ ഭംഗിയായിട്ടുള്ളൊരു മാതൃക. അതുപോലെ ഈ സമൂഹം തന്നെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന പ്രശ്നം പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല. അടുത്തതായി സംസാരിക്കാൻ AISF-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി നേതാവുമായ ഉദ്യോഗമുണ്ട്. അക്രമരഹിത ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അക്രമം ഉണ്ടെന്നുള്ളതിന്റെ ഒരു സമ്മതിക്കുക. ഇത് AISF ഇത് പഴയ കാലത്ത് ഒരു സംഘടന ഉണ്ടാക്കി ഇങ്ങനൊരു ചർച്ച നടത്തുമ്പോൾ ഗൗരവമായ ഒരു ഉദ്ദേശം അതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് ഈ തലമുറകളുടെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ കോളേജാകുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു രീതി, ഒരു തരത്തിലുള്ള ചിന്ത, പുറത്തിറങ്ങുമ്പോൾ നമുക്കുള്ള വച്ചുവെച്ച് വരുന്നത് നമുക്ക് വേറൊരു ചിന്ത എന്ന നിലയിലല്ല ക്യാമ്പസിലെ പ്രശ്നം. തലമുറകളുടെ പ്രശ്നമല്ല, വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആ വിദ്യാർത്ഥി സമൂഹം എങ്ങനെ ആയിരിക്കണം, വിദ്യാർത്ഥി പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അത് മറ്റേത് പ്രസ്ഥാനത്തിനും വ്യത്യസ്തമാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ അധ്യാപകൻ കൂടിയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം അങ്ങനെ വേണം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താനുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പൊ സമൂഹത്തിന്റെ അധ്യാപകനാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവാദത്തിന് ഉൾപ്പെടെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടതിലുള്ള ആശയപരമായ ദൃഢത ഉണ്ടാകണം. വിദ്യാർത്ഥി രംഗത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി രംഗത്തെ പ്രശ്നങ്ങളും സമൂഹത്തിന്റെ പ്രശ്നങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടാവും. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജോലി, കടമ. വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കാൻ, ഏത് അക്രമ മാർഗത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ആയുധം കൊണ്ട് കഴിയും എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമാണ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ പലതും പറഞ്ഞു, സമൂഹത്തിൽ വർഗീയത വളരുന്നു, വിദ്യാർത്ഥി രംഗത്ത് വർഗീയ പ്രസ്ഥാനങ്ങൾ വളരാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ വളരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് തുല്യമായി പ്രവർത്തിക്കേണ്ട സംഘടനയല്ല. വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ സംഘടനയല്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ പരിധി, ലക്ഷ്യങ്ങളുടെ പരിധിയിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ വിദ്യാർത്ഥിക്ക് ഒരു MLA ആവാനോ MP ആവാനോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ചിന്ത സംബന്ധിച്ച് വോട്ടിന്റെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ആവശ്യമില്ല. ഇതാണ് കലാലയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇതിനായിരുന്നു കന്യാസ്ത്രീകളുടെ സമരം നടത്തിയാൽ അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതിലെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ആവശ്യം വിദ്യാർത്ഥിക്കില്ല. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് അന്ധവിശ്വാസം വളർന്നു വരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം വളർന്നു വരുന്നത്? പുതിയ തലമുറയിൽ അതിനാരാണ് ഉത്തരവാദിത്വം പറയേണ്ടത്? ആരാണ് ഉത്തരവാദിത്വം? കേരളത്തിലെ കലാലയങ്ങളിലെല്ലാം KSU, SFI, ASF എല്ലാം വളരെ സജീവമാണ്. ഈ പ്രവർത്തനത്തിലൂടെ ഇറങ്ങുന്നവൻ എന്തുകൊണ്ട് അന്ധവിശ്വാസിയായി തീരുന്നു? എന്തുകൊണ്ട് RSSൽ പോകുന്നു? എന്തുകൊണ്ട് ISSൽ പോകുന്നു? ഇതിനാരാണ് സമാധാനം പറയേണ്ടത്? വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് സമാധാനം പറയേണ്ടത്, അല്ലെങ്കിൽ അതിനെ നയിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു പോഷക സംഘടന എന്ന നിലയ്ക്കല്ല വിദ്യാർത്ഥി പ്രസ്ഥാനം. രാഷ്ട്രീയ പാർട്ടിയുടെ കടമയുണ്ട്. ആ കടമ ഏറ്റെടുക്കാൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തുറന്ന് സത്യം വിളിച്ചു പറയാം കഴിയേണ്ടവരാണ് ഈ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥി സംഘടന അങ്ങനെ പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ പ്രവർത്തിക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ഷാനിമോൾ സാർ പറഞ്ഞ ഒരു അഭിപ്രായത്തിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ ഡോമിനേഷൻ ഉള്ള പ്രസ്ഥാനങ്ങൾ ഷാനിമോൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാതെ പറഞ്ഞില്ല കാര്യം. രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും ആരും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. എവിടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി രംഗത്ത് ഈ അക്രമത്തിന്റെ ആരംഭം? ഉദ്ഘാടനം സൂചിപ്പിച്ചു, അത് ഇപ്പോഴേ തുടങ്ങിയതല്ല, പക്ഷെ തുടക്കത്തിനൊരു സമയമുണ്ട്. കേരളത്തിലെ പൊതുസ്ഥാപനങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാം അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണത എവിടെ നിന്ന് ആരംഭിച്ചതാണെന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സ്ഥലത്ത് പരിശോധിച്ചു കൊടുക്കും. അത് ഈ 50കളുടെ കാലഘട്ടത്തിൽ തുടങ്ങി 60കളിലാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകത കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റ് താഴെ ഇറക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ സമരങ്ങളും ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രംഗത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ വിദ്യാർത്ഥി സമരങ്ങൾ
അവിടെയാണ് അക്രമമായിരുന്നു. അതുവരെ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം കേരളത്തിൽ അന്യമായിരുന്നു. കണ്ടിട്ടില്ല നമ്മൾ. സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ എസ്എൻപുഴയിൽ വലിയ പ്രക്ഷോഭം നടന്നില്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ ഒന്നുകിൽ ഉയർന്ന രൂപത്തിലുള്ള രാഷ്ട്രീയം, ഉയർന്ന രൂപത്തിലുള്ള രാഷ്ട്രീയം തന്നെയുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു. അവിടെയാണ് തുടങ്ങിയത്. അന്ന് ഡോമിനേഷനുള്ള പ്രസ്ഥാനം, ഡോമിനേഷനുള്ള പ്രസ്ഥാനമാണ്. ഇവിടെ അടിയന്തരാവസ്ഥ ഒരു പീരീഡ് ഉണ്ട്. 75 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വളർന്നു വന്നൊരു സാഹചര്യവും, ആ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ രണ്ടാം തലമുറ എന്ന് PK കുമാരനോട് പറഞ്ഞു. ഇത് തന്നെയാണ് വലതുപക്ഷവും പറയുന്നത്. വലതുപക്ഷത്തിൽ ശക്തമായി നീങ്ങാൻ കഴിയുന്ന കാലഘട്ടം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമാണ് അവരവകാശപ്പെടുന്നത്. അടിയന്തരാവസ്ഥയിൽ ഒരുമിച്ച് കിടന്നവർ ഒരുമിച്ച് പോയി ആഘോഷിക്കണം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ നിന്നുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഭവിച്ചെന്ന് വെച്ചാൽ ഈ KSUവിന്റെ ഡോമിനേഷൻ അവസാനിച്ചു. പിന്നെ അങ്ങോട്ട് വേറെ സ്ഥലത്ത്, ഞാൻ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നത് എനിക്ക് ഒരു ആശങ്കയൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടെ തുറന്നു പറയുകയാണ്. SFIയുടെ ഡോമിനേഷനാണ് കേരളത്തിലുണ്ടായിരുന്നു. പിന്നീട് അവിടെ എനിക്കൊരു കാര്യമേ ചോദിക്കാറുള്ളൂ. കുറച്ചൊക്കെ ഇത് അനുഭവിച്ച ഒരാളാണ്. ജനാധിപത്യത്തിന്റെ മൂല്യതത്വങ്ങളെ മാനിക്കാൻ തയ്യാറുള്ളത് ഗൗരവമായ ചോദ്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ ഡോമിനേഷൻ ഉള്ളവർക്ക് മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു ഉപാധിയല്ല. ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം. അപ്പൊ ASFകാർക്ക് ഒരു കോളേജിൽ 5 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ KSUക്കാർ 5 പേരേ ഉള്ളൂ എന്ന് സമ്മതിക്കാം. പക്ഷെ ആ 5 പേർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ, അനുവദിക്കാമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. അതാണ് വിഷയം. ഏത് ഡോമിനേഷൻ ഉണ്ടായാലും ശരി, യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസ് ആയുധപ്രയാസം വരുമോ? SN കോളേജിന്റെ ക്യാമ്പസ്, അതിന്റെ ലോഡ്ജ് മുറികൾ ആയുധപ്രയാക്കാൻ പറ്റുമോ? അഭിപ്രായ പ്രകടനത്തെ വാർഡുകൊണ്ട് നേരിടാമോ? ഒരുപാട് സംഭവങ്ങളുള്ളതാണ്. വല്ല SN കോളേജിൽ ശ്രീകുമാർ കൊല്ലപ്പെട്ടു രക്തസാക്ഷിത്വം. ഇവിടെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് സമരം നടത്തിയതാണ്. ആ സമരം നടത്തി സമരത്തിന്റെ വിജയത്തിന് ശേഷം പിന്നെ ആരുടെ നേരെ ആക്രമണം? കൂടെ ഒന്ന് സമരം ചെയ്ത ASFന്റെ നേരെയാണ്. അപ്പൊ അത് ഭൂരിപക്ഷം അതിന്റെ ആ ഒരു മേധാവിത്വം അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ശരി. അവിടെയാണ് ഇതല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതിന് മുഖ്യധാരാ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ധാരാളം അതിന്റെ പ്രവർത്തനത്തിൽ വ്യതിരിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. ഇതിനെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങളാണ്. ഞാൻ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ഒരു കുറ്റവും ചെയ്തില്ല. ഒരു സ്കൂളിന്റെ കൊണ്ടുപോയി പതാക ഉയർത്തി അവിടെ യൂണിറ്റ് ഉദ്ഘാടനം. അപ്പൊ യൂണിറ്റ് ഉദ്ഘാടനത്തിന് പ്രസംഗം വരുന്നതിന് മുമ്പേ അന്നത്തെ കൊടിമരം പൊക്കുന്ന പരിപാടി ഉണ്ടാകും. വലിയ അടക്കാവരം കൊണ്ട് ഇങ്ങനെ അടക്കാവരം കൊണ്ട് ഇങ്ങനെ കുത്തി അത് കുത്തി ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ 4 പാടൊന്നും കല്ലേറും. ഓരോരുത്തരാണ് സ്കൂള്. ഇതൊന്ന് മറിഞ്ഞു വീണ് പോയാൽ ഒരുപാട് കുട്ടികൾക്ക് അപകടം സംഭവിക്കും. അപ്പം ഉയർത്തിയവർ ആ കല്ലേറ് കൊണ്ട് ഉയർത്തുകയാണ്. ആ കൂട്ടത്തിൽ ഒരു കല്ലേറ് ഒരു കുത്തി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആരെയും ഉപദ്രവിക്കാൻ പോയ ആളല്ല. ഇതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. അതിന്റെ പേരിൽ കൊല്ലത്ത് ധാരാളം വലിയ സംഘർഷങ്ങൾ, 2-3 വർഷം വലിയ സംഘർഷങ്ങളാണ്. ഇങ്ങനൊരു വിദ്യാർത്ഥി പ്രവർത്തനമുണ്ട്. അവ ലക്ഷ്യബോധം, അതിന്റെ മുഖ്യമായ ലക്ഷ്യത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മാറിയിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം ശരിയാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം വേണം. പക്ഷെ ക്യാമ്പസുകളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും അനുവദിക്കാമോ എന്നതാണ് പ്രശ്നം. എത്ര പേർന്നുള്ളതല്ല. ആ ആശയ സംഭവത്തിലൂടെ മാത്രമേ ഏത് വർഗീയതയെ തോൽപ്പിക്കാനാവൂ എന്നുള്ള സത്യം അംഗീകരിച്ചാൽ മുമ്പോട്ട് വർഗീയത. വാളുമായിട്ട് വരുന്നവനെ വർഗീയതക്കാരൻ വാളുമായിട്ട് വരുന്നെങ്കിൽ അവനെ വാളിനെ കൊണ്ട് തന്നെ നേരിട്ട് ജയിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് പരമമായ അബദ്ധമായിരിക്കും. പറയട്ടെ, എല്ലാവരും പറയട്ടെ, പറയാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? ആ അവകാശത്തിൽ നിഷേധിക്കാനുള്ള പ്രശ്നം. യൂണിവേഴ്സിറ്റി കോളേജിൽ ASF പ്രവർത്തിക്കാൻ എന്താണ് കുഴപ്പം? പ്രവർത്തിക്കാൻ അവകാശം. ASF മാത്രമല്ല, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഡോമിനേഷൻ ഉള്ളതുകൊണ്ട് വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സങ്കല്പത്തിൽ തന്നെ എതിരല്ലേ? അതാണ് പ്രശ്നം. ജനാധിപത്യ സങ്കല്പങ്ങളെ മൂല്യങ്ങളെയും അട്ടിമറിക്കാൻ ഏത് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഏത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും അത് ASF ആയപ്പോഴും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്.
അപ്പൊ ജനാധിപത്യത്തിന്റെ മൂല്യത്വങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടെന്ന ചോദ്യത്തിലാണ് ആദ്യം സമാധാനം പറയുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കാം. ഇങ്ങനെ ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരായിട്ട് വരുന്ന എത്ര പേര് പിന്നെ അതേ പ്രസ്ഥാനങ്ങളിൽ ഈ സമൂഹത്തെ സേവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്? എത്ര പേർക്കൊന്ന് പരിശോധിക്കണം. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവും ഇല്ലാത്തടത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറെ ഡോമിനേഷനാണ്, അക്രമികളുടെ ഡോമിനേഷൻ ഉണ്ട്. അതുപോലെ അതേ പാതയിൽ പിന്തുടരാനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണമെന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയുടെയും പ്രശ്നമില്ല. അതിനൊക്കെ വേണ്ടി വോട്ടവകാശമുള്ള രാജ്യത്ത് വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നതിനാണ് ഞാൻ പറയുന്നത്. കാര്യം വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയം ആവശ്യമാണ്. എങ്ങനെയുള്ള രാഷ്ട്രീയമാണെന്ന് തീരുമാനിക്കപ്പെടണം. എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ഒരു ലളിതമായ ഒരു കാര്യം മാത്രം ചോദിക്കാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ വിഷയം, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം, സ്വതന്ത്രമായി ചർച്ച ചെയ്തിട്ട് സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകാൻ കഴിയുമെന്ന് ധൈര്യത്തോടുകൂടി എല്ലാ ക്യാമ്പസുകളിലും ചർച്ച സംഘടിപ്പിക്കാമോ? ഒരു വെല്ലുവിളിയായിരുന്നു. മിക്കവാറും പോയ വഴി തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ ചോദിക്കാം, പറ്റോ? ആർക്കും ബന്ധമില്ലാത്ത നിരുപദ്രവകരമായ ഒരു കാര്യമാണിത്, അല്ലെ? നിരുപദ്രവകാരം എല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് തുറന്ന അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കലാലയത്തിൽ ഇതിനെപ്പറ്റി ചർച്ച സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. ചർച്ച ചെയ്ത് തിരിച്ചു വരാൻ ഒക്കില്ല. ആ പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത്. ആരാണ് പരിഹാരം കാണുന്നത്? മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കാതെ ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകും. അതിന് തയ്യാറുണ്ടോ എന്നുള്ളതിനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സമാധാനം പറയേണ്ടത്. CPI പറയണമെങ്കിൽ CPI പറയണം, CPM പറയണമെങ്കിൽ CPM പറയണം, കോൺഗ്രസ് പറയണമെങ്കിൽ അവരും പറയണം. ഇപ്പൊ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് ആളുകളാണല്ലോ ഇവർ പുറത്തുനിന്നാണ് നിയന്ത്രിക്കുന്നത്, അകത്തുനിന്നാണ് നിയന്ത്രിക്കുന്നത്. SFI ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനമുണ്ട്, നല്ല തീരുമാനമാണെന്നാണ്. ASF അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ASU അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. കാരണം വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ പ്രായമില്ല. കോടതി പഠിക്കുന്ന വിദ്യാർത്ഥി നേതാവ് വിദ്യാർത്ഥിയായിരിക്കണം. അതല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് മറ്റു പ്രസ്ഥാനങ്ങൾ അത് സ്വീകരിക്കാൻ ശ്രമിക്കാൻ കുഴപ്പമൊന്നുമില്ല. പുറത്തുള്ളവര് പക്ഷേ അകത്തുള്ളവർ സ്വതന്ത്രമായിട്ട് ഒരാളായാലും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എനിക്ക് ഒരുപാട് വേദനാകരമായ അനുഭവങ്ങൾ പറയാൻ പറ്റും. SN കോളേജ് അതിസമർത്ഥനായ വിദ്യാർത്ഥി, അയാളിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ ഒരു ധനകാര്യ വിദഗ്ധനാണ്. അയാൾ ASF പ്രവർത്തകരാണ്. നന്നായി മനോഹരമായി പ്രസംഗിക്കുന്ന, ഒന്നാന്തരമായിട്ട് കാര്യങ്ങൾ അവതരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അയാളെ SN കോളേജിലെടുത്ത് പെടുത്തിയ പാട് പറഞ്ഞറിയിക്കാം. കോളേജിനകത്ത് ക്യാമ്പസിനകത്ത് ആയുധങ്ങളുമായി പോകരുതെന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ബലക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ തീരും. കേരളത്തില്ല, പ്രവേശനമില്ല. അത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. ഏത് സംഘടന കാണിച്ചാലും ഒരു ഫാസിസ്റ്റ് പ്രവണത അല്ലാതെ വേറെ എന്ത് പറയാനോ? 64 ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭിന്നിപ്പിന് ശേഷം വന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ ഭിന്നിപ്പിന്റെ ഫലമായിട്ടെടുത്ത് പ്രവിയെടുത്തതിന്റെ ദോഷങ്ങളുണ്ട്. ആ ദോഷം ഒരു സെക്രട്ടേറിയറ്റിന്റെ ദോഷമാണ്. അത് പരിഹരിച്ചു പോകും. അത് പരിഹരിക്കാതെ കേരളത്തിലെ കലാലയങ്ങളുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ പറ്റിയുള്ള വാദമില്ല. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റി ചിന്തിക്കണമെന്ന താല്പര്യത്തിനോടുകൂടി ഞാൻ നിർത്തുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഏറ്റവും പ്രകോപനപരമായ എനിക്ക് അത്ഭുതം തോന്നിയത് അതുവരെ സംസാരിച്ചവരിലാണ്. ഞാൻ കരുതിയത് ജയശങ്കറായിരിക്കും വലിയ പ്രകോപനം ഉണ്ടാകുന്നത് എന്നാണ് ധരിച്ചത്. ജയശങ്കർ വളരെ 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 മര്യാദയോടെ സംസാരിച്ചു. അവർ 3 പേരുടെയും സംസാരത്തിന് ശേഷം ശ്രീ വിജയകുമാർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അതായത് യാതൊരു നിയന്ത്രണങ്ങളും പാടില്ല, ആവശ്യമില്ല. അത് സ്വയം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വിജയകുമാർ പ്രധാനമായിട്ടും പറഞ്ഞത് രാഷ്ട്രീയത്തിൽ മോഹങ്ങൾ ഉണ്ടാവുന്ന അത് ഈ വലിയ രാഷ്ട്രീയത്തിന്റെ ചെറിയ പതിപ്പുകളായി മാറുമ്പോഴുള്ള പ്രശ്നമാണ് വിജയകുമാറുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഗോപനും ഷാനിമോളും വിജയകുമാറും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന ആളുകൾ, ജയശങ്കർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ കുറെ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. അവരാരും അനുഭവം പറയാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചവരാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരാരെക്കാൾ കൂടുതൽ കാലം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആണെന്ന് ഞാൻ ഏതാണ്ട് സ്കൂൾ കാലം വിട്ടാൽ
സ്കൂൾ കാലത്തെ ഏതാണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. 7 കൊല്ലം, 2 കൊല്ലം ഡിഗ്രി, 3 കൊല്ലം ഡിഗ്രി, പിന്നെ 2 കൊല്ലം, ഏതാണ്ട് 7 കൊല്ലം കേരളത്തിൽ. പിന്നീട് ഏതാണ്ട് 1 ദശകക്കാലത്തോളം JNUവിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ ഒരുപാട് കാര്യങ്ങൾ സത്യം പറയാൻ പോകുന്നു. ചില കാര്യങ്ങൾ ഷാനിമോൾ ഉസ്മാൻ തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അവരുടെയും സുഹൃത്താണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഡോക്ടർ SS ലാൽ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ലാല് അടുത്ത കാലത്ത് ലാലിനെ കണ്ടപ്പോൾ ലാല് പറഞ്ഞത്, ലാല് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു, അതിനുശേഷം മെഡിക്കൽ കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. ഏത് കാലം? 1980-കളിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു KSUക്കാരൻ യൂണിയൻ ചെയർമാനാകും. അപ്പം ഞാൻ ലാലിനോട്, എനിക്ക് ഇതേ കുറെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കാലം കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കൗൺസിലറായിരുന്നു. അടുത്ത കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ്, മാനവീയ മീറ്റിംഗ്, ഇതേപോലെ ഒരു നവമാധ്യമങ്ങളെ സംബന്ധിച്ച ഒരു യോഗത്തിലാണ്. അന്ന് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ 2 പെൺകുട്ടികൾ അവരുടെ സുഹൃത്തും ആക്രമിക്കപ്പെട്ടതിന് തൊട്ട് ശേഷം, അതിങ്ങനെ വളരെ ചൂടായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലായും എന്റെ പഴയ SFI സുഹൃത്തുക്കളും സഹാബികളൊക്കെ ഉണ്ടായിരുന്ന മീറ്റിംഗിലാണ്. അല്ലാതെ കുറെ ആളുകൾ പുതിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കൗൺസിലറായിരുന്ന ആളാണ്. ഞാൻ എല്ലാ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അപ്പോൾ അവരെല്ലാം സ്വാഭാവികമായിട്ടും ഒരു SFI-കാരനായിരിക്കണമല്ലോ. ഞാനല്ല, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് AISF-ന്റെ കൗൺസിലറായിരുന്നു. അവിശ്വാസത്തോടെയാണ് അവർ നോക്കിയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ സംഘടനകളും കൊടുക്കുന്നില്ല. അത് ആലുവ UC കോളേജിന്റെ കാര്യം വിജയകുമാർ പറഞ്ഞില്ലേ. പക്ഷെ ആലുവ UC കോളേജിനെ പോലെ മൊത്തം സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമുള്ള ക്യാമ്പസായിരുന്നില്ല. വളരെ വ്യത്യസ്ത പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാനൊക്കെ അവിടെ ചേരുന്നതിന് മുമ്പാണ് SFI-യുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നടത്തിയ പ്രകടനം തിരുവനന്തപുരം DCC ഓഫീസ് അടിച്ചു തകർക്കുകയും ഈ നായനാർ മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കാൻ വേണ്ടി പിന്തുണ പിൻവലിച്ചതിന് കാരണമായിട്ട് ആന്റണി കോൺഗ്രസ് പറഞ്ഞത് 2 കാരണങ്ങളാണ്. ഈ 2 കാരണവും സത്യത്തിൽ ഒരു ഐക്യമുന്നണിയിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങളല്ല. അവരുടെ 2 കാരണം, ഒന്ന് തായാട്ട് ശങ്കരൻ ദേശാഭിമാനി വായിക്കുന്ന ഒരു മുഖപ്രസംഗം, അധികാരത്തിന്റെ ശീതളഛായ, ആന്റണി കോൺഗ്രസുകാർക്ക് അധികാരത്തിന്റെ ശീതളഛായ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തായാട്ട് ശങ്കരൻ എഴുതിയ മുഖപ്രസംഗവും യൂണിവേഴ്സിറ്റി കോളേജിലെ SFI-ക്കാർ തിരുവനന്തപുരം DCC ഓഫീസ് അടിച്ചു തകർക്കുകയും ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അക്രമത്തിന്റെ ഒക്കെ പശ്ചാത്തലമുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നെങ്കിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചെന്ന് പറയുന്നത് അങ്ങനെ സമാധാനത്തോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നില്ല. ആ നിലയിൽ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടാണ് തിരുവനന്തപുരത്തെ എല്ലാ കോളേജുകളിലും. ഇപ്പൊ വിശ്വസിക്കാൻ കഴിയില്ല, വിജയകുമാരൊക്കെ എന്റെ നേതാവായിരുന്നതാണ്. തിരുവനന്തപുരത്തെ എല്ലാ കോളേജിലും, മെഡിക്കൽ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, വിമൻസ് കോളേജിൽ, വാലിബാനിയസ് കോളേജിൽ, ഇപ്പോൾ BTM NSS കോളേജിൽ, BTM NSS കോളേജിൽ എല്ലാ കോളേജിലും, UG കോളേജിൽ, അവിടെ ഒക്കെ സംഘടന ഉണ്ടായിരുന്നു. 80-കളുടെ അവസാനത്തോടെയാണ് ആദ്യം ആരംഭിക്കുന്നത് സംസ്കൃത കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ആധിപത്യം. പിന്നീട് അത് ആർട്സ് കോളേജിലേക്ക് വന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം MG കോളേജിൽ MPP, BTM NSS കോളേജിൽ MPP, ഒറ്റ സംഘടനകളുണ്ട്. ഞാൻ പറയാൻ വരുന്നത്, ഈ കേരളത്തിലെ വളരെ സംഘർഷം നിറഞ്ഞ ഒരു സമരകാലം, ആ ഒരു കാലം എന്ന് പറയുന്നത് വലിയ സമരങ്ങളുടെ കാലമായിരുന്നു. നമ്മൾ ആദ്യം, എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ ആദ്യം പങ്കെടുത്ത സമരം കാർമൽ ഗവൺമെന്റില് നമ്മുടെ അച്യുതമേനോന്റെ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. കാർമൽ വന്ദനാണ്. അപ്പൊ ആ സമരത്തിലാണ് ആദ്യം നമ്മളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തൊട്ടു പുറകെയാണ് അങ്കമാലി വിദുഷോർ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിക്ക് മെഡിക്കൽ PG കോഴ്സ് അനുവദിക്കാൻ എറണാകുളം തീരുമാനിച്ച അതിനെതിരായ സമരം. ആ സമരത്തിൽ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ SS ലാലിനെ ഞാൻ പരിചയപ്പെടുന്നത്. കേരളത്തിൽ നടപ്പിൽ ഒന്നാമത്തെ വിഷയം ഞാൻ പറയാൻ വന്നത്, ഇതിന് ശേഷം JNUവിൽ ചെല്ലുമ്പോൾ വലിയ അത്ഭുതം. JNUവിൽ ഞാൻ ചെല്ലുമ്പോൾ എന്റെ റൂംമേറ്റ് ഒരു SFI സഖാവായിരുന്നു. ഏതാണ്ട് SFI-കാരായുള്ള സഖാക്കളുമായിട്ടാണ് വ്യക്തിപരമായി കൂടുതലുണ്ട്. ചെന്ന ദിവസം തന്നെ ഞാൻ AISF-ൽ സജീവ പ്രവർത്തനം നോക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവിടെ എന്നോട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന SFI-യുടെ ഡൽഹി സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ദയാറാം യാദവ് എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ ക്യാമ്പസിൽ ഒരു പ്രത്യേകതയുണ്ട്, എന്ത് പ്രകോപനം ഉണ്ടായിരുന്ന സമാധാനം, ഏറ്റവും വലിയ JNUവിന്റെ സമാധാനത്തിന്റെ വക്താക്കളായിരുന്നു SFI. AISF-ന് കുറച്ചുകൂടെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാരണം ഈ കാര്യം എന്നുള്ള ധാരാളം വിദ്യാർത്ഥികളൊക്കെ ഉള്ള ഇതാണ്. എന്ത് പ്രകോപനമുണ്ടായാലും നമ്മൾ ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളായിരിക്കണം. അതിന്റെ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മൾ JNU ലോകത്തിൽ പുറത്തായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഇത് എപ്പോൾ തെറ്റിയാലും
പുറത്ത് RSSന്റെയും കോൺഗ്രസിന്റെയും ഡൽഹി എന്ന് പറയുന്ന RSSകാരുടെയും കോൺഗ്രസ്സുകാരുടെയും സ്ഥലമാണ്. ഇപ്പൊ അടി കൊള്ളും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തില്ല, അത് കൊല്ലാൻ പറ്റത്തില്ല, കാരണം നിലനിൽക്കത്തില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ അതല്ല, ഇങ്ങനെ ഒരു സംഭവം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ JNU പോലുള്ള ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട്, നമ്മുടെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന് നേരിടുന്നതായി നിലനിൽക്കണമെങ്കിൽ ദീർഘകാല പദ്ധതി വേണം. പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലാണ് അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഈ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറാക്കുന്നത്. അപ്പൊ അവിടെ തികച്ചും സമാധാനപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന സഭയാണ്. മറ്റ് സംഘടനകളെ കൂടുതൽ. അതിനുശേഷം അവിടെ ഏറ്റവും സംഘർഷം നിറഞ്ഞ ഒരു കാലം 1989, 90, 91, 92 ഈ 4 വർഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 4 വർഷങ്ങളായിരുന്നു. വിശേഷം ഡൽഹി 89 അവിടെ തിയാനൻമെൻ സ്ക്വയർ മസക്കർ ഉണ്ടാകുമ്പോൾ അന്ന് SFI, AISF വളരെ കടകവിരുദ്ധമായ നിലപാടാണ് എടുത്തത്. അപ്പം തിയാനൻമെൻ സ്ക്വയറിൽ അങ്ങനെ ഒരു മസക്കർ ഉണ്ടായിട്ടില്ല എന്ന നിലപാട് വിശദീകരിക്കാനായിട്ടാണ് സീതാറാം യെച്ചൂരിയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ JNU വലിയ പ്രത്യേകത, നമുക്ക് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ചെല്ലാമെന്ന് മാത്രമല്ല, എതിർ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ സ്വാഗതമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അത് ഉത്തരം പറയും. ഇങ്ങനെ ഒരു അന്തരീക്ഷം സാധ്യമാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പരിശീലനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ഈ സീതാറാം യെച്ചൂരി വരുന്ന യോഗത്തിൽ ഞങ്ങൾ എല്ലാവരും പോയി. വലിയ ആൾക്കൂട്ടം പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ബസ്സാണ് കവിഞ്ഞിട്ട് യെച്ചൂരി ഇത് വിശദീകരിച്ചു. അപ്പൊ സാധാരണഗതിയിൽ JNUവിന്റെ രീതി എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങൾ ഉത്തരവായി. അന്ന് പക്ഷെ വല്ലാത്തൊരു സംഘർഷവും ബഹളവും ആയിട്ട് യോഗം നിർത്തിവെച്ചിട്ടും എനിക്ക് ഇപ്പോഴും വളരെ ചിരിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞത്, അങ്ങനെ യോഗം നിർത്തിവെച്ചത് ദോഷമോ ഒന്നും അദ്ദേഹത്തില്ല, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചർച്ച ചെയ്യാം. ഇപ്പം ഒട്ടും കൺഡ്യൂസീവായ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, യോഗം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് നിർത്തിവെച്ചു. നമുക്ക് തുടരാം. അത് ഞങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് JNUവിലെ കാര്യം. അപ്പൊ ഇന്ത്യയിൽ ഇന്ന് വളർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇന്നത്തെ അത്യന്തം അപകടകരമായ ഈ സ്ഥിതിയിൽ ഇന്ത്യയിൽ ആകെ സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയോടുള്ള വിധേയത്വത്തിന്റെയും രാഷ്ട്രീയം നമ്മൾ ഉയർത്തിപ്പിടിച്ചേ മതിയാകും. അത് AISF ആയാലും SFI ആയാലും ഏത് സംഘടനയായാലും. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ജനാധിപത്യ മര്യാദയുടെ, അങ്ങേയറ്റത്തെ പ്രതിപക്ഷ ബഹുമാനത്തിന്റെ രാഷ്ട്രീയം. അതേസമയം ആശയ സമരത്തിൽ ഒരിഞ്ചും വിട്ടുവീഴ്ച ചെയ്യാതെ അതെങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും, അതിനുവേണ്ടിയുള്ള പരിശീലന കളരികളാക്കി ക്യാമ്പസുകൾ ഉണ്ടാക്കണം. നമ്മുടെ ക്യാമ്പസുകളുണ്ടായ മാറ്റം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് വേണ്ടി വരും. കാരണം ഇന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മുഖ്യധാര എന്ന് പറയുന്നത് ഇതൊക്കെ അവഗണിക്കപ്പെടുകയും ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഒക്കെ വന്നതോടുകൂടി രാഷ്ട്രീയത്തിന്റെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയും ഘടനീയ സ്വഭാവം ഒക്കെ മാറി. പക്ഷേ ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള കമ്മിറ്റ്മെന്റ് അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ക്യാമ്പസ് രാഷ്ട്രീയത്തെ അക്രമവിമുക്തമാക്കുകയും ആശയ സമരത്തിന്റെ വേദികളാക്കി മാറ്റുകയും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് കൊല്ലത്തെ മുൻകാല AISF പ്രവർത്തകർ അതിന് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. മൊട്ടായി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കാം. പറഞ്ഞതുപോലെ ഈ അകത്ത് നിൽക്കുമ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ കൂടെ മെച്ചൂരിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ എനിക്കൊന്ന് ഇത്തരത്തിൽ മുൻകാല SFI പ്രവർത്തകരുമായും മുൻകാല KSC പ്രവർത്തകരുമായും ഒക്കെ കൂടിയാലോചിച്ച് അത്തരം രീതികൾ വിപുലപ്പെടുത്താൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അന്തസ്സായി പ്രകടിപ്പിക്കാനും ഏറ്റുമുട്ടാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ എനിക്ക് ഇത്തരം ഈ സംവാദത്തിൽ സജീവമായിട്ട് ഇടപെടേണ്ടവരാണ്. എനിക്ക് തോന്നുന്നു ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് വളരെ ചുരുക്കി ഈ സമയത്തിന്റെ ഒരു വൃത്തിയും ബുദ്ധിമുട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ അത് ആർക്കെങ്കിലും അഭിപ്രായം പറയാൻ, അങ്ങനെ നന്ദി പറയാൻ സോണി ഉള്ള ലക്ഷ്യം. ലക്ഷ്യമെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടും വളരെ സമ്പൂർണമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. പുതിയ തലമുറ വിദ്യാർത്ഥി നേതാക്കൾക്ക് കൂടുതൽ ചിന്തയ്ക്കും
ലക്ഷ്യം വയ്ക്കാൻ ചില സന്ദേശങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ നൽകിയത്. ഇനിയും ഈ പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഈ സദസ്സിന് ഉറപ്പുവരുന്നു. ഈ സമ്മേളനത്തിൽ ഈ ചർച്ചാവേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ മോഡറേറ്റ് ആയിരുന്ന ശ്രീ TK വിനോദൻ അവരെ ഈ സദസ്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ചർച്ചാവേദി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ജയശങ്കർ അവർക്ക് എസ്ക്രയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയ ശ്രീമതി ഷാനിമേൽ ഉസ്മാനെ ഞങ്ങളുടെ സംഘടനയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്റെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വേറിട്ട ചില സന്ദേശങ്ങൾ സമൂഹത്തിന് കൂടി ഈ മാറ്റം ഉണ്ടാകണമെന്ന് നമ്മെ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ TK ഗോപന് ഈ ഇസ്ക്രയുടെ പേരിലുള്ള ഈ സദസ്സിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഈ സദസ്സിനെ വളരെ ഒരു വേറൊരു മേഖലയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ചർച്ചയിൽ നയിച്ച അഡ്വക്കേറ്റ് വിജയകുമാർ അവർക്ക് നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഈ സദസ്സ് സമ്പൂർണ്ണമാക്കാൻ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുന്നു.